Good evening, everyone. Thank you for being here with us for this webinar, which is based on the topic construction industry sector after COVID-19. And my name is Bindu. I am from Ahalya Group. And this webinar is organized by Ahalya School of Engineering and Technology. The resource person today is Dr. P.R. Sri Mahadevan Pillai, who is the Dean of Faculty of Engineering, University of Calicut. And he is also the director of Ahalya School of the Ahalya Group, and he is the principal of Ahalya School of Engineering and Technology. And before starting the session, as we have mentioned in the communication, certificates will be provided for the participants who request for it. So during the session, I would request, I am in touch with all of you through WhatsApp. So you can just send a message saying that you are present so that we can send your certificate. You will receive your certificate latest by tomorrow afternoon. So now, being said that, sir, I am passing on this to you. So you can go ahead, Mahadevan sir. Good afternoon to all of you. Since we have published the program poster in Malayalam, I'm shifting out to Malayalam, and I think that's better for the topic also today, because it's concerned to Kerala. അതുകൊണ്ട് ഇന്ന് മലയാളത്തിലായിരിക്കും ഇന്നെന്റെ സെഷൻ. കാരണം പങ്കെടുത്തവർക്കൊക്കെ മലയാളത്തിലുള്ള പോസ്റ്ററാണ് അയച്ചിരിക്കുന്നത്. ഈ സെഷനെ കുറിച്ച് ആദ്യത്തെ ഒരു 30 മിനിറ്റ് എൻ്റെ ടോക്ക് ആയിരിക്കും. അത് കഴിഞ്ഞൊരു 2-3 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടാവും. കാരണം ഇതൊരു ഫ്രീ വേർഷൻ ഓഫ് സൂം ആണ്. അതുകൊണ്ട് 4:35 ഒരു 2 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്ക് സമയത്ത് നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആകുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചൊന്നുകൂടി ഇതേ ഐഡിയും പാസ്വേഡും കൊടുത്ത് റീകണക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നീടുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷനാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ചാറ്റ് ബോക്സ് വഴി ക്വസ്റ്റ്യൻസ് അയക്കുക, അതിന് ഉത്തരം പറയും. അത് കഴിഞ്ഞ് ചാറ്റ് ബോക്സിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ മാത്രമേ എല്ലാവരുടെയും വോളിയം അൺമ്യൂട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് കൊണ്ട് പറയുന്നത് ആർക്കും കേൾക്കാൻ കഴിയില്ല. അപ്പൊ ചാറ്റ് ബോക്സിലുള്ള ചോദ്യങ്ങൾക്കായിരിക്കും ആദ്യം ഉത്തരം പറയുക. ചാറ്റ് ബോക്സിൽ ഇപ്പോൾ അയക്കണ്ട, സെക്കൻഡ് സെഷൻ തുടങ്ങുമ്പോൾ ചാറ്റ് ബോക്സിൽ അയച്ചാൽ മതി. എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഓർത്തു വെക്കുകയോ ചെയ്യുക. സെക്കൻഡ് സെഷൻ തുടങ്ങുമ്പോൾ അത് ചാറ്റ് ബോക്സിൽ അയച്ചു തുടങ്ങുക. 1 by 1 ആയിട്ട് ഞാൻ എടുത്ത് ഉത്തരം പറയും. അതിന്റെ എല്ലാം ഉത്തരങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം പിന്നീട് ഡയറക്റ്റ് ഡിസ്കഷന് വേണ്ടിയിട്ട് എല്ലാവരുടെയും വീഡിയോയും അൺമ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്കെല്ലാം കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ആ മെസ്സേജ് അയച്ചാൽ മതി. ഒന്നുകിൽ കോമൺ ആയിട്ടോ അല്ലെങ്കിൽ ബിന്ദുവിന് മാത്രമോ കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ മെസ്സേജ് അയക്കണം. കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതൊരു പ്രോബ്ലം അല്ല, നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മെസ്സേജ് അയക്കണം. അപ്പൊ ഇന്നത്തെ എന്റെ സെഷൻ അനൗൺസ് ചെയ്ത പോലെ COVID-19 ശേഷം a few more people has to be muted, so I will mute all of them once again, and then I'll unmute your only you. Just bear with me for a second, sir. Yes. Yeah, you can go ahead, sir. Okay. എല്ലാവർക്കും കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ബിന്ദുവിനെയോ അല്ലെങ്കിൽ കോമൺ ആയിട്ടോ ഒരു ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാൽ മതി കേൾക്കുന്നില്ല. ഇന്നത്തെ വിഷയം കോവിഡ് അനന്തര കേരളത്തിലെ നിർമ്മാണ മേഖല, അത് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അത് ക്ലിപ്തമായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പറയാൻ വേണ്ടി ഞാനൊരു ചെറിയ PPT അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ PPT നിങ്ങളുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ആ PPTയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഓരോന്നോരോന്നായിട്ടെടുത്ത് ഞാൻ ചർച്ച ചെയ്യും. ആ PPT സ്ക്രീനിലേക്ക് കൊടുക്കൂ. ഇനി PPT വരുന്നവരെയൊക്കെ ഞാൻ പറയാം. PPT വന്നോളും. PPTയുടെ ഫസ്റ്റ് പേജിൽ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ കണ്ടന്റ്സ് ആണ്. ഇന്ന് എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാം. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയങ്ങൾ പ്രസന്റ്, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്. രണ്ടാമത് ലേബർ, തൊഴിൽ മേഖലയിൽ, നിർമ്മാണ മേഖലയിലെ തൊഴിൽ മേഖലയിൽ എന്തൊക്കെ ആണ് സമീപകാലത്തിന് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴുള്ളത്. അടുത്തത് മെറ്റീരിയൽസ്, നിർമ്മാണ മെറ്റീരിയൽസിനെ കുറിച്ച് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇപ്പോഴ് ഉള്ളത്, അത് ഏതൊക്കെ രീതിയിൽ മാറും. അടുത്തത് ഫിനാൻസിനെ കുറിച്ച്, നിർമ്മാണ രംഗത്തെ സാമ്പത്തിക രംഗം എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച്. അതിൻ്റെ അടുത്തത് റെഗുലേഷൻസിനെ കുറിച്ച്, സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ, അത് ഏത് രീതിയിൽ മേഖലയെ ഇനി ബാധിക്കും. ഏറ്റവും അവസാനം ഞാൻ പറയുക സ്കോപ്പിനെ കുറിച്ചാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്തു തുടങ്ങണം, എന്നാൽ നമുക്ക് ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് അടുത്തത്. ഒന്നാമത്തേത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് കേരളത്തിൽ, നിർമ്മാണ മേഖലയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കേരളത്തിലെ മൊത്തം
എനിക്കൊരു ഫോൺ വന്നുകൊണ്ട് ഒന്ന് ബ്രേക്ക് വന്നതാണ്, ഞാനത് മാറ്റി വെക്കുകയാണ്. കേരളത്തിലെ മൊത്തം വീടുകളുടെ ഇപ്പോഴത്തെ എണ്ണം 85 ലക്ഷത്തിനടുത്തുണ്ട്. 85 ലക്ഷത്തിനും 86 ലക്ഷത്തിനും അടുത്ത് വീടുകൾ ഉണ്ടാവുമെന്നാണ് ഒരു ഏകദേശ കണക്ക്. ഇതിൽ ഏകദേശം 12% അൺഓക്കുപ്പൈഡ് ഹൗസസ് ആണ്, അതായത് പൂട്ടിയിട്ടിരിക്കുന്ന വീടുകളാണ്. അപ്പൊ ഏകദേശം 10 ലക്ഷത്തിന് മേൽ വീടില് ഇപ്പൊ താമസക്കാരില്ല. അതൊക്കെ സാമാന്യം വലിയ വീടുകളുമാണ്, ചെറിയ വീടുകളില്ല. അതില് താമസക്കാരില്ല എന്നുള്ളത് പോട്ടെ, ഏകദേശം 400 അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റുകൾ. ഇനി പ്രസന്റിലേക്ക് വരാം, അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ പ്രസന്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്ലൈഡ് ബിന്ദു കാണിച്ചു തരും. അതിനകത്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. 400 അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റുകൾ ഈ കോവിഡ് സമയത്ത് ലോക്ക്ഡൌൺ ആയിട്ടുണ്ട്. അതിന്റെ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. 400 അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇത് വലുതും ചെറുതും പെടും. ഇതിൽ വലുത് എന്ന് വെച്ചാൽ നിരവധി വീടുകൾ ഒന്നിച്ചുള്ള സമുച്ചയങ്ങൾ. ചെറുതെന്ന് പറയുമ്പോൾ വല്ല 8 or 10 വീടുകൾ മാത്രമുള്ള അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ്, അത്രയും എണ്ണം നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അത് കൂടാതെ ഏപ്രിൽ 17 വന്ന ഗവൺമെന്റിന്റെ ഓർഡർ അനുസരിച്ച്, ജിയോ അനുസരിച്ച് നിർമ്മാണം പുനരാരംഭിക്കാൻ പ്രത്യേക നിബന്ധനകളോട് കൂടി ഒരു ഓർഡർ വരികയുണ്ടായി. അതനുസരിച്ച് ചില സ്ഥലങ്ങളിൽ നിർമ്മാണം പുനരാരംഭിച്ചിട്ടുണ്ട്, പക്ഷെ വ്യാപകമായ രീതിയിൽ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി മറ്റൊന്ന്, കേരളത്തിലെ വീടുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തെ വീടുകളും മറ്റേത് സംസ്ഥാനത്തെ വീടുകളെക്കാളും ചെലവേറിയ വീടുകളാണ്. പെർ ക്യാപിറ്റ കോസ്റ്റ്, പെർ ക്യാപിറ്റ എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക്, ഉദാഹരണത്തിന് ഒരു വീട്ടിൽ 3 പേര് താമസിക്കുന്നുണ്ടെങ്കിൽ ഒരു വീടിന് 20 ലക്ഷം രൂപ ചെലവാണെങ്കിൽ അതിന്റെ 1/3 പെർ ക്യാപിറ്റ കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പെർ ക്യാപിറ്റ കോസ്റ്റ് ഏറ്റവും കൂടുതലുള്ള വീടുകൾ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പിന്നെ മറ്റൊന്ന്, കേരളത്തിലുള്ളതിൽ നല്ലൊരു ഭാഗം കെട്ടിടങ്ങളും വീടുകളും അതിനോടുള്ള അനുബന്ധമായ കാര്യങ്ങളുമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പോലെ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ കുറവാണ്. വലിയ വ്യാപാര സ്ഥാപനങ്ങൾ, വലിയ മാളുകൾ ഇവിടെ ഇല്ല എന്നല്ല, പക്ഷെ ഇവിടെ താരതമ്യേന കുറവാണ്. അപ്പൊ കേരളത്തിലെ നിർമ്മാണം നല്ലൊരു പങ്ക് ഫോക്കസ് ചെയ്തിരുന്നത് വീട് പണിയെ റിലേറ്റഡും അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ ചെറിയ വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ ആയിരുന്നു. അടുത്ത സ്ലൈഡിലേക്ക് വരികയാണ്. ഇനി കേരളത്തിലെ തൊഴിൽ മേഖല. ഒരു കാലത്ത് കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളെല്ലാം തന്നെ കേരളത്തിലുള്ളവരായിരുന്നു, മലയാളികളായിരുന്നു. എന്ന് മാത്രമല്ല, മുമ്പൊരു കാലത്ത് ഗ്രാമീണമായ തൊഴിൽ മാത്രമേ നിർമ്മാണത്തിൽ വന്നിരുന്നുള്ളൂ. ഉദാഹരണത്തിന് ഒരു 100 വർഷം മുമ്പ് കോൺക്രീറ്റ് എന്നൊരു സങ്കല്പം പോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. കോൺക്രീറ്റ് യൂറോപ്പിലൊക്കെ എത്തിയിരുന്നെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. ഒരു 50-60 വർഷം മുമ്പാണ് കോൺക്രീറ്റും മറ്റുമൊക്കെ കേരളത്തിൽ വ്യാപകമായി തുടങ്ങിയത്. 100 വർഷം മുമ്പ് നിങ്ങൾക്ക് അറിയുന്നത് പോലെ മാംഗ്ലൂർ ടൈൽ ഓട് ആയിരുന്നു കേരളത്തില് വ്യാപകമായിട്ടുണ്ടായിരുന്നത്. അതിന് കുറച്ചു കാലം കൂടി മുന്നേ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ കൊട്ടാരങ്ങൾ പോലും ഓലമേഞ്ഞ കൊട്ടാരങ്ങളായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പൊ മാറിയിട്ട് ഇപ്പോഴേകദേശം 2 ലക്ഷത്തോളം അന്യസംസ്ഥാന നിർമ്മാണ തൊഴിലാളി കേരളത്തിലുണ്ട്. ഈ 2 ലക്ഷം എന്ന് പറയാൻ കാരണം നല്ലൊരു പങ്ക് നിർമ്മാണ തൊഴിലാളികൾ ഈ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അന്യനാടുകളിലേക്ക് പോയി. ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം വളരെ കുറച്ചു പേർക്കേ പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു സമയത്ത് ഏകദേശം ഒരു 2002, 2005, 2006 ഘട്ടത്തിലൊക്കെ കേരളത്തിൽ ഏകദേശം 20 ലക്ഷത്തിന് മേൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു, മൈഗ്രന്റ് ലേബേഴ്സ്. അതില് പകുതിയോളം പേര് നിർമ്മാണ മേഖലയിലായിരുന്നു. അതുകൊണ്ട് ഏകദേശം 10 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ വരെ, നമ്മളിപ്പോഴേ അവരെ അതിഥി തൊഴിലാളികൾ എന്നാണ് വിളിക്കുന്നത്. അത് എങ്ങനെ വിളിച്ചാലും 10 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നിർമ്മാണ മേഖലയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സമയം വരെ ഉണ്ടായിരുന്നു. അവരിൽ നല്ലൊരു പങ്ക് ഉത്തര പൂർവ്വ ദേശങ്ങളിൽ നിന്നായിരുന്നു. അതായത് ഒഡീഷ, ബംഗാൾ, UP അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു. അവർ എവിടെ നിന്നൊക്കെയാ വന്നെന്നുള്ള ഞാനൊരു ചിത്രത്തിൽ അടുത്ത സ്ഥലങ്ങളിൽ കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ വന്നവരിൽ നല്ലൊരു പങ്ക് നിർമ്മാണ മേഖലയിൽ പരിചയമുള്ളവരൊന്നും ആയിരുന്നില്ല. അവർ വെറും കൂലിത്തൊഴിലാളികളായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് പഠിച്ച് കുറച്ചുപേരൊക്കെ നിർമ്മാണ തൊഴിലാളികളായി മാറി. കുറെ പേർ അങ്ങനെ സ്കിൽഡ് വർക്കേഴ്സായി. ബാക്കിയുള്ളവർ ഇപ്പോഴും അൺസ്കിൽഡ് വർക്കേഴ്സ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല, ഇവിടുത്തെ മേസന്മാരുടെയും കാർപ്പന്റേഴ്സിന്റെയും ഒക്കെ കൂടെ കൂടിയിട്ട് അവർ ആ തൊഴിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സെമി സ്കിൽഡും സ്കിൽഡും അൺസ്കിൽഡും ഈ 3 വിഭാഗത്തിലുള്ള നിർമ്മാണ തൊഴിലാളികൾ ഇപ്പോ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നവരിൽ ഇവിടെ ഉണ്ട്. ഇത് ഇനിയിപ്പോ വല്ലാതെ കുറയും. ഇപ്പൊ കേരളത്തിൽ ഏകദേശം 2 ലക്ഷത്തോളം പേരെ അങ്ങനെയുള്ള അതിഥി തൊഴിലാളികളുള്ളൂ. അവരിൽ തന്നെ നല്ലൊരു പങ്ക് തിരിച്ച് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പക്ഷെ 1 ലക്ഷത്തോളം പേരെങ്കിലും ഇവിടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കൃത്യമായ ഒരു കണക്കല്ലെങ്കിലും 1 ലക്ഷത്തോളം പേര് കേരളത്തിൽ നിർമ്മാണ തൊഴിലാളികൾ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവർ പല ഭാഗത്തായിട്ട് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി അങ്ങനെ അവർ നിന്നാൽ തന്നെ ഈ തൊഴിലാളികളെ പോസ്റ്റ് കോവിഡ്, അതായത് കോവിഡാനന്തര നിർമ്മാണ
പരിപാടികൾക്ക് വേണ്ടി പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ എങ്ങനെ ചെയ്യണം, ഇതിനൊക്കെ പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ മലയാളികളെ പോലെ അത്ര എളുപ്പമല്ല ഇവരെ പരിശീലിപ്പിക്കാൻ, എങ്കിലും ഇവരെ പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയും. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. പല ഭാഗങ്ങളിൽ നിന്ന് വന്ന നിർമ്മാണ തൊഴിലാളികൾ, നിങ്ങൾക്ക് ആ ചിത്രം കണ്ടാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ പേര് വന്നിരിക്കുന്നത് പശ്ചിമ ഭാഗത്ത് നിന്ന് അങ്ങനെ ആരും വന്നിട്ടില്ല. ഒഡീസ, ആന്ധ്രാപ്രദേശ് മുതൽ, ആന്ധ്രയിൽ നിന്ന് വളരെ കുറച്ചു പേരെ വന്നിട്ടുള്ളൂ. കേരളത്തിൽ മുമ്പൊരു കാലത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിദേശ, അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവരും സ്കിൽഡ് ലേബർ ആയിരുന്നില്ല. ഇവിടെ മണ്ണെടുക്കാനും കുഴിയെടുക്കാനും അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് മാത്രമേ അവർ കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ വന്നിരിക്കുന്ന നോക്കൂ, ആ ചിത്രത്തിൽ നോക്കൂ, അതിലെ കുറെ ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് നിർമ്മാണ തൊഴിലാളികൾ വന്നിരിക്കുന്നുള്ളതാണ്. അതിൽ നിങ്ങൾ റെഡ് ലൈൻ നോക്കൂ, അതാണ് ഏറ്റവും കൂടുതൽ പേര് വന്നിരിക്കുന്ന ബംഗാൾ. അവരാണ്. അതുകൊണ്ട് നമ്മൾ പൊതുവെ ഈ മേഖലയിലുള്ള തൊഴിലാളികളെയൊക്കെ ഇപ്പം ബംഗാളികൾ എന്ന് പറയാറുണ്ട്. അതിൽ ശരിക്കുള്ള ബംഗാളികളുണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് വന്നവരുണ്ടാവും, റോഹിംഗ്യ എന്ന് വന്നവരുണ്ടാവും, അസമിൽ നിന്ന് വന്നവരുണ്ടാവും. അങ്ങനെ കൂട്ടുപറഞ്ഞ് അവർ കൃത്യമായിട്ട് പലയിടത്തും അവർ എവിടുന്ന് വന്നു എന്ന് കൃത്യമായിട്ട് പറയാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവർക്ക് തന്നെ അവരുടെ ഭാവിയെ കുറിച്ച് ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ട് അവരത് പറയുന്നില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്, ഏകദേശം 5.5 ലക്ഷത്തോളം പ്രവാസി കേരളീയർ കേരളത്തിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തുള്ള കേരളക്കാർ ഇത്രയൊന്നുമല്ല. 17 ലക്ഷത്തോളം പേര് മൊത്തത്തില് നോർക്കയില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. വരാൻ വേണ്ടി എല്ലാം മുൻകാലങ്ങളിൽ. അപ്പോൾ ഇപ്പൊ വരാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരുള്ള 5 ലക്ഷത്തിന് മേലെ തൊഴിലാളികളാണ്. ഈ വരാൻ പോകുന്നവരൊന്നും അത്ര സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവരല്ല. നല്ലൊരു പങ്കാളികൾ അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ അവിടുത്തെ ചെറിയ വരുമാനം കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ ഒക്കെയാണ്. അതുകൊണ്ട് ഈ വരുന്നവരൊക്കെ ഒരു തൊഴിൽ മേഖല എന്ന് പറയുന്നത് സ്കിൽഡ് അൺസ്കിൽഡ് ലേബറിലേക്ക് പോകുന്നവരാണ്. അവിടെ ജീവിക്കാൻ പാങ്ങുള്ളവര്, നല്ല സാമ്പത്തിക നിലയുള്ളവർ ആരും ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വരാൻ ഉടനെ സാധ്യതയില്ല. അപ്പൊ ഒരു 5 ലക്ഷം പേര് വരികയാണെങ്കിൽ അതിൽ 1-2 ലക്ഷം പേര് പിന്നെയും തിരിച്ചു പോകാൻ ശ്രമം നടത്തും. കാരണം കേരളത്തിലെ തൊഴിലില്ലായ്മ അപ്പോൾ അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. എന്നാൽ ഒരു 2-3 ലക്ഷം പേര് ഇവിടെ നിൽക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. ഞാൻ ഈ പ്രതീക്ഷ പറയുന്നത് ഇത് സംബന്ധിച്ച് യൂട്യൂബിലും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പല പല റിവ്യൂസ് ബേസ് ചെയ്താണ് ഞാൻ ഈ പ്രതീക്ഷകൾ പറയുന്നത്. എന്ന് മാത്രമല്ല, 2 ദിവസം മുമ്പ് ഞാൻ എന്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകത്തിന്റെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് ഇതുപോലെ സൂമിൽ കൂടി ഒരു കോൺഫറൻസ് നടത്തുകയുണ്ടായി. അപ്പൊ അവരൊക്കെ പറയുന്ന അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ കേരളീയർ ഒരുപാട് കേരളത്തിലേക്ക് വരുമെന്നും അടുത്ത കുറച്ച് നാളുകളിലേക്ക് അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയാതെ വരുമെന്നും അപ്പൊ കേരളത്തിൽ തന്നെ മലയാളികളായ തൊഴിലാളികൾ ഏകദേശം 3 ലക്ഷത്തോളം ലഭ്യമാകുമെന്നും കണക്കൂട്ടിയിരിക്കുന്നത്. അതിലൊരു 1/3 നിർമ്മാണ മേഖലയിലേക്ക് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ 1 ലക്ഷത്തോളം പേര് കേരളത്തിൽ തന്നെ മലയാളി തൊഴിലാളികൾ ലഭ്യമായി വരും. അങ്ങനെ ആകുമ്പോൾ ഈ നിർമ്മാണ രംഗം ഇത് പച്ചപിടിക്കാൻ തന്നെ ഇനി കുറഞ്ഞത് 1-2 വർഷമെങ്കിലും എടുക്കും. അതുകൊണ്ട് ഉടനുള്ള ഭാവിയിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആവശ്യം വരുമോ എന്ന് തന്നെ സംശയമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പൊതുവെ കേരളീയ തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞിരുന്നത് അവർ കൂലി കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ അവരുടെ വർക്കിംഗ് സിസ്റ്റം ഈ മാട് പണിയെടുക്കുന്ന പോലെയൊന്നും മലയാളി തൊഴിലാളികൾ പണിയെടുക്കില്ല എന്നൊക്കെ ഒരു പരാതി പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇത് എന്ത് തന്നെയാണെങ്കിലും ഇനി തിരിച്ചു വരുന്ന മലയാളികളുടെ വർക്ക് കൾച്ചർ മാറും. കാരണം വിദേശത്ത് തൊഴിലെടുത്ത് വരുന്ന മലയാളികള് ഇടയ്ക്കൊരു ചോദ്യം വരുന്നു, ഇത് സ്ക്രീൻ വലുതാക്കാൻ പറ്റുമെന്ന്. അത് നിങ്ങളുടെ തന്നെ സ്ക്രീനുകളിൽ വലുതാക്കാൻ പറ്റും. മൊബൈലിലാണെങ്കിൽ അതി വലുതാക്കാം, അതല്ലെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിൽ അതിൽ തന്നെ വലുതാക്കാൻ പറ്റും. ടച്ച് ചെയ്ത് വലുതാക്കിയാൽ മതി, ടച്ച് സ്ക്രീൻ ആണെങ്കിൽ. അത് ഇവിടുന്ന് കോമൺ ആയിട്ട് വലുതാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ വിദേശത്ത് വർക്ക് ചെയ്ത് വരുന്ന തൊഴിലാളികളാണെങ്കിൽ അവർ ഹൈലി സ്കിൽഡ് ആവും. എല്ലാ മെഷീൻസും ഉപയോഗിച്ച് പരിചയമുള്ളവരായിരിക്കും. മാത്രമല്ല തൊഴിലിനെ സംബന്ധിച്ച് ഒരു കേരളീയ സംസ്കാരമായിരിക്കില്ല അവരുടേത്. കേരളീയ സംസ്കാരം നമുക്കറിയാം, ഒരു ലേശം നാട്ടിൽ തൊഴിലെടുക്കാൻ മടിയുള്ളവരാണ് നമ്മളിൽ പല തൊഴിലാളികളും. മറുനാട്ടിൽ പോയി കഴിഞ്ഞാൽ നന്നായി തൊഴിലെടുക്കും. പക്ഷെ ഇനി വരുന്ന തൊഴിലാളികളിൽ നിന്ന് നല്ല ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാം. ഇനി അവരുടെ കോസ്റ്റ് കുറച്ച് കൂടുതലാകാം ഒരുപക്ഷെ. അപ്പൊ ഞാൻ അതിനൊരു സജഷൻ പറയുന്നത്, ഈ കോസ്റ്റ് ഇനി ഡെയിലി വേജ് എന്നുള്ള കോൺസെപ്റ്റ് കേരളത്തിൽ മാറണം. ദിവസക്കൂലി എന്നുള്ളത് മാറിയിട്ട് 1 മണിക്കൂറിന് ഇത്ര എന്നുള്ള കൂലി എന്നുള്ള ഒരു സംഖ്യ, അത് അങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ ഇടയ്ക്ക് വായിക്കുകയുണ്ടായി. അത് നല്ല കോൺസെപ്റ്റ് ആയിട്ട് തോന്നുന്നു. ഉദാഹരണത്തിന് ഒരു വർക്കർ വരികയാണ്, അയാൾ ഒരു 3 മണിക്കൂർ വർക്ക് ചെയ്യുന്നെങ്കിൽ അയാൾക്ക് 3 മണിക്കൂറിനാണ് കൂലി കൊടുക്കേണ്ടത്. അതാണ് പല വിദേശ രാജ്യങ്ങളിലും നിലവിലുള്ള സിസ്റ്റം അതാണ്. അതുകൊണ്ട് കേരളത്തിലെ കൂലി രീതി ഇനി അതിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇതിൽ ഒരുപാട് കോൺട്രാക്ടർമാർ ശ്രദ്ധിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു സിസ്റ്റം കേരളത്തിൽ വരേണ്ടിയിരിക്കുന്നു. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിലെ ലേബറിനെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വീട്ടില് ഒരു ലൈറ്റ് നന്നാക്കാൻ വരുന്ന ഒരു ഇലക്ട്രീഷ്യൻ 1000 രൂപ കൂലി വാങ്ങി പോകുന്ന സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട്. അത് മാറിയിട്ട് അരമണിക്കൂർ പണിയെടുക്കുകയാണെങ്കിൽ അയാൾ അരമണിക്കൂറിന്റെ കൂലിയും അയാൾക്ക് യാത്രാസമയം വന്നതിന്റെ കൂലിയും വാങ്ങി പോകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കൂലി മാറിയില്ലെങ്കിൽ കേരളത്തിലെ തൊഴിലാളികളെ കേരളത്തിലുള്ളവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാതെ വരും. ഇനി അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. കോവിഡോടുകൂടി വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
ഒന്ന്, അതല്ലല്ലോ സ്ലൈഡ്. അടുത്ത സ്ലൈഡിലേക്ക്. അടുത്ത സ്ലൈഡില് കേരളത്തിലെ ഭൂമി ഇനി ചീപ്പാവും. ഭൂമിയുടെ വില താഴും. ഭൂമിയുടെ വില, ഇത് തന്നെ സ്ലൈഡ്. ഭൂമിയുടെ വില താഴും. അതിന് കാരണം വിൽക്കാനും വാങ്ങാനും ഉള്ള ക്രയവിക്രയ ശേഷി ആളുകളുടെ കുറയും. വിൽക്കാൻ ഒരുപാട് പേര് തയ്യാറായിരിക്കും, പക്ഷെ വാങ്ങാൻ, അത് ഇപ്പോഴത്തെ നിയന്ത്രണം അനുസരിച്ച് ഭൂമി വാങ്ങുന്നവർ അവരുടെ പാൻ കാർഡ് ഡീറ്റെയിൽസും അവരുടെ ഇൻകം ഡീറ്റെയിൽസും എല്ലാം വെളിപ്പെടുത്താതെ നിർത്തിയില്ല. അതുകൊണ്ട് ഒരാൾക്കും വൈറ്റ് മണി അല്ലാതെ ഭൂമി വാങ്ങിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭൂമിയുടെ ക്രയവിക്രയം നന്നായി കുറയും, ഭൂമി ഉണ്ടെങ്കിലും. അതുകൊണ്ട് ഭൂമിയുടെ വില താഴും. ഇന്നലെ ഞാനൊരു നാഷണൽ ലെവലിൽ ഒരു ടോക്ക് കേട്ടപ്പോൾ അവർ പറഞ്ഞു അഖിലേന്ത്യാ തലത്തില് ഇന്ത്യയിലെ ഭൂമിയുടെ വില 30% താഴുമെന്നാണ്. അപ്പൊ കേരളത്തിലും ഏകദേശം 20 തൊട്ട് 30% വരെ ഭൂമിയുടെ വില താഴും. കാരണം വിൽക്കേണ്ട അത്യാവശ്യക്കാർ പലരും ഉണ്ടാവും വീടുകളിലെ ആവശ്യത്തിന് വേണ്ടി. അതുകൊണ്ട് ഭൂമിയുടെ ക്രയവിക്രയം എന്തായാലും വില താഴുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി സിമന്റ്, സ്റ്റീൽ, ഇപ്പൊ സിമന്റ് കമ്പനികൾ പെട്ടെന്ന് വില കൂട്ടി. കാരണം ട്രാൻസ്പോർട്ടേഷനിൽ വന്ന ചില പ്രോബ്ലംസ്, പ്രൊഡക്ഷനിൽ വന്ന കുറവ്. പക്ഷെ ഇതെല്ലാം തന്നെ കുറച്ച് വില കൂടും തന്നെയാണ് ഞാൻ. കാരണം കോവിഡ് അനന്തരം ഇതിന്റെ ഉൽപാദന പ്രക്രിയക്ക് കുറച്ച് ചെലവ് കൂടും. ഈ പറഞ്ഞ സാമൂഹ്യ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഉൽപാദനം നടത്തണമെങ്കിൽ സിമന്റ്, സ്റ്റീല്, അതുപോലെ ബിൽഡിംഗ് ബ്ലോക്സ് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചെലവ് കുറച്ച് കൂടും. അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ കുറച്ച് കൂടും. സാൻഡ്, മണല് നമുക്കിപ്പോ ലഭ്യമല്ല. വിദേശങ്ങളിൽ നിന്ന് മണൽ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഇനി അതൊരിക്കലും അടുത്ത കാലത്ത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇനി ഇറക്കുമതികൾക്ക് പൊതുവെ കർശനമായ നിയന്ത്രണം ഉണ്ടാവും കോവിഡ് കാലം കഴിയുമ്പോൾ. അതുകൊണ്ട് സാൻഡ് വളരെ വളരെ വില കൂടിയ ഒരു മെറ്റീരിയലായി മാറും. അതുകൊണ്ട് സാൻഡ് ഇല്ലാതെയുള്ള, അധികം മണൽ ഉപയോഗിക്കാതെയുള്ള മൊഡ്യുലാർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബ്ലോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രീ ഫാബ്രിക്കേറ്റഡ്, മുൻകൂട്ടി ഉണ്ടാക്കപ്പെടുന്ന നിർമ്മാണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണലിന്റെയും സിമെന്റിന്റെയും ഒക്കെ ആവശ്യം കുറച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ അതിപ്പോ തന്നെ വ്യാപകമായി തുടങ്ങിയിട്ടുണ്ട്. പലതരത്തിലുള്ള മൊഡ്യുലാർ ബ്ലോക്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ്, അതുപോലെ ജിപ്സം ബോർഡ്, ഇങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ ഇനി വളരെ വ്യാപകമാകും. എന്തിനധികം സ്റ്റീൽ ഷീറ്റ് കൊണ്ടുള്ള നിർമ്മാണം കൂടി കേരളത്തിൽ ഇനി വ്യാപകമാകും. കാരണം അതൊക്കെ ഇപ്പോഴുള്ള നിർമ്മാണ വസ്തുക്കളായി സിമെന്റ്, മണല് ഒക്കെ ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്നതിനേക്കാൾ എന്തുകൊണ്ട് ലാഭകരമായി വരുമെന്നുള്ളതുകൊണ്ട് മൊഡ്യുലാർ കൺസ്ട്രക്ഷനിലേക്ക് കേരളം മാറും. മറ്റൊന്ന് മെക്കനൈസേഷൻ. ഇപ്പൊ കേരളത്തിൽ അത് വളരെ കുറവാണ്. യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ കേരളത്തിൽ വളരെ കുറവാണ്. ഇനി കേരളം വല്ലാതെ വളർന്നു തുടങ്ങും. ഇപ്പൊ തന്നെ കേരളം മെക്കനൈസേഷനിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. നല്ലൊരു പങ്ക് ചെറിയ ചെറിയ യന്ത്രങ്ങൾ 1-2 വർഷം കൊണ്ട് കേരളത്തിൽ ഇപ്പൊ വളരെ അപൂർവമായിട്ട് മാത്രമേ മിക്സിംഗ് മെഷീൻസും അതുപോലെ ഈ ചെറിയ ചെറിയ ട്രാൻസ്പോർട്ടിങ് എക്യുപ്മെന്റ്, ട്രക്സ്, അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ ഇപ്പൊ നിർമ്മാണ രംഗത്തുള്ളൂ. ഇതല്ലാതെ വണ്ടികൾ കടന്നു ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം മണിക്കൂർ വാടകയ്ക്ക് ഹെവി മെഷീനറി ചെല്ലുന്ന ഒരു സ്ഥിതി. ഹെവി മെഷീനറി ഇപ്പൊ പലയിടത്തും ദിവസ വാടകയ്ക്കാണ് ഉള്ളതുകൊണ്ടാണ് പലർക്കും അത് എടുക്കാൻ കഴിയാത്തത്. പക്ഷെ ഹെവി മെഷീനറി മണിക്കൂറുകൾക്കകം എത്താൻ പറ്റുന്ന, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു 15 വർഷം മുമ്പ് പാലക്കാട് ഒരു പൈലിംഗ് വർക്ക് ചെയ്യാൻ വളരെ ദൂരത്തുനിന്ന് യന്ത്രങ്ങൾ കൊണ്ടുവരേണ്ടി വന്നു. ഇന്ന് പാലക്കാട് ഇഷ്ടം പോലെ പൈലിംഗ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഹെവി മെഷീനറി ഉള്ളവർ ധാരാളം ഇനി രംഗത്തേക്ക് വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ ഹെവി മെഷീനറി കേരളത്തിൽ വളരെ പോപ്പുലർ ആകും. മാത്രമല്ല ഇപ്പം അന്യനാടുകളിൽ നിന്ന്, വിദേശത്ത് നിന്ന് തിരിച്ചു വരുന്ന മലയാളികളിൽ നല്ലൊരു പങ്ക് ഇതിന്റെ ഓപ്പറേഷൻ അറിയുന്നവരാണ്. അതുകൊണ്ട് ഈ മെഷീൻസിന് കേരളത്തിൽ വ്യാപകമാകാൻ കാരണം എങ്ങനെ നോക്കുമ്പോഴും ഹ്യൂമൻ ലേബറിനേക്കാൾ ബെറ്റർ ആയിട്ട്, മനുഷ്യാധ്വാനത്തെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഫിനിഷ് കിട്ടാനും ജോലി പെട്ടെന്ന് തീർക്കാനും ഇത് കഴിയുമെന്നുള്ളത് കൊണ്ട് ആദ്യകാലത്ത് ഒരുപക്ഷെ ചില തടസ്സങ്ങളൊക്കെ ഇതിനെ നേരിട്ടേക്കാമെങ്കിലും അനധിവിദൂരമായിട്ട് തന്നെ ഇത് വ്യാപകമായിട്ട് മാറും. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്ത സ്ലൈഡ് മെറ്റീരിയൽസിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രധാനമായിട്ട് ഈ യാത്ര അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട്, സാധനങ്ങളുടെ കടത്ത് ഒരു വലിയ വിഷമസ്ഥിതിയിലേക്ക് പോവുകയാണ്. കാരണം അതിന് ഇനി കർശനമായ നിയന്ത്രണങ്ങൾ വരാൻ പോവാണ്. അത് അന്തർ സംസ്ഥാനമായാലും ശരി, അന്തർദേശീയമായാലും ശരി. ഉദാഹരണത്തിന് ഇപ്പൊ തന്നെ കേരളത്തിൽ എത്തുന്നത് പ്രധാനമായിട്ട് ഫ്ലോറിംഗ് ടൈലുകൾ എത്തുന്നത് ഗുജറാത്തിൽ നിന്നാണ്. സാനിറ്ററി ഫിറ്റിംഗ് മിക്കവാറും എത്തുന്നത് മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമാണ്. സിമെന്റ് കേരളത്തിൽ നല്ലൊരു ഭാഗം എത്തുന്നത്, കേരളത്തില് 1-2 സിമെന്റ് ഫാക്ടറികൾ ഉണ്ടെങ്കിലും കേരളത്തിലെ ആവശ്യത്തിന്റെ ഒരു ചെറിയ പങ്ക് നിർവഹിക്കാനേ അവർക്ക് കഴിയുന്നുള്ളൂ. നല്ലൊരു പങ്ക് സിമെന്റ് ഇവിടെ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അതുപോലെ ഹൈ എൻഡ് ഫിറ്റിംഗ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലംബിംഗ് ഫിറ്റിംഗ്സ്, അതുപോലെ മറ്റ് ഡോർ ഫിറ്റിംഗ്സ്, ഇങ്ങനെയൊക്കെയുള്ള പലതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും വരെ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെയൊക്കെ വിലയില്
കുറച്ച് മാറ്റം വരും, വലിയ വില വരും. മാത്രമല്ല ഈ എല്ലാ മെറ്റീരിയൽസിന്റെ വിലയിൽ തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഏർപ്പെടുത്തുന്ന പോലെ ഇനി ഗവൺമെന്റിന്റെ നിയന്ത്രണം ഇല്ലെങ്കിൽ ഇത് വല്ലാതെ കുതിച്ചു കയറും. നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടില് സിമെന്റിന്റെ വില വല്ലാതെ കുതിച്ചു കയറിയ സമയത്ത് ജയലളിത സർക്കാർ അതിന് നിയന്ത്രണം കൊണ്ടുവന്നു. അതുകൊണ്ട് കർശനമായ ആ വിലയ്ക്ക് അവിടെ വിൽക്കാൻ കഴിഞ്ഞു. അതുപോലെ എല്ലാ കൺസ്ട്രക്ഷൻ മെറ്റീരിയലിനും ഒരു ഗവൺമെന്റ് സ്പെസിഫൈഡ് പ്രൈസ് കൺട്രോൾ വേണ്ടി വരും. ഇപ്പൊ കേരളത്തിൽ അതില്ല. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ വില പിടിച്ചു നിർത്താൻ വളരെ വിഷമമായി വരും. കാരണം മലയാളിയുടെ മുൻപുള്ള ഒരു സൈക്കോളജി സമയം കുറയ്ക്കാൻ വേണ്ടി, പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി എത്ര വില കൊടുത്തും മെറ്റീരിയൽ വാങ്ങിക്കുന്ന ഒരു കൾച്ചർ കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ല, പക്ഷെ കേരളത്തിൽ അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷെ ഇനി ആ കൾച്ചർ, കോവിഡ് അനന്തരം ആ കൾച്ചർ ഉണ്ടാവില്ല. കാരണം ഇനി ആളുകൾ കുറെ കാലത്തേക്ക് പണം ചെലവഴിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അതിന്റെ ഉപയോഗ്യത നോക്കിയേ ഉണ്ടാവുള്ളൂ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഇനി സാമ്പത്തിക രംഗം എങ്ങനെ വരും എന്നുള്ളതാണ് കോവിഡ് അനന്തരം. എല്ലാ കസ്റ്റമേഴ്സും സാമ്പത്തികമായിട്ട് പരുങ്ങലിലാവും, ഉള്ളവരും ഇല്ലാത്തവരും. ഉള്ളവർ എന്തുകൊണ്ട് പരുങ്ങലിലാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് പണം കണ്ടമാനം ചെലവഴിക്കുന്നത് ബുദ്ധിപരമല്ല എന്നുള്ള ഒരു തോന്നല് കസ്റ്റമേഴ്സിൽ വരും. അതുകൊണ്ട് പൈസ ഉള്ളവരും വലിയ തുക മുടക്കി വലിയ കെട്ടിടങ്ങൾ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ ഒരാൾ വീട് വെക്കാൻ പോവാണെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, മലയാളിയുടെ കൾച്ചർ അതായിരുന്നില്ല. 10 ലക്ഷം രൂപ കയ്യിലുള്ളവർ 50 ലക്ഷം രൂപയുടെ വീട് വെക്കുന്ന ഒരു കൾച്ചർ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മലബാറിന്റെ പല ഭാഗങ്ങളിലും വലിയ വലിയ വീടുകൾ വെച്ചിട്ട് അതിന് കരമടയ്ക്കാനുള്ള, ടാക്സ് അടയ്ക്കാനുള്ള പൈസ പോലും ഇല്ലാതെ വിഷമിക്കുന്ന പലരും ഇന്നുണ്ട്. ആ കൾച്ചർ മാറും. ഇനിയിപ്പോ നിർമ്മാണത്തിന് വേണ്ടി പണം മുടക്കുമ്പോൾ അത് വളരെ നിയന്ത്രിതമായിട്ടേ ഉള്ള ഒരു പണം മുടക്കുള്ളൂ. അതുകൊണ്ട് ഫിനാൻസ് ഫ്ലോ, പണത്തിന്റെ ഒഴുക്ക് നിർമ്മാണ മേഖലയിൽ കുറയും. ബാങ്ക് ലോൺസ് വളരെ വ്യാപകമായിട്ട് ഇനി കിട്ടും. കാരണം ബാങ്കുകൾക്ക് ഇനി പൈസ മുടക്കിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡെറ്റ് സ്റ്റേജിലേക്ക് പോകും. പക്ഷെ ഈ ബാങ്ക് ലോൺ എടുക്കാൻ ഇനി ആളുകളെ പ്രേരണ ചെലുത്തേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവാണ്. കാരണം പലരും ബാങ്ക് ലോൺ എടുത്താൽ അതിന്റെ തിരിച്ചടവിനെ കുറിച്ചുള്ള ഒരു ബോധരേഷൻ കൊണ്ട് നിർമ്മാണത്തിന് പ്രത്യേകിച്ചും, അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നിങ്ങൾക്ക് പോയാൽ അറിയാം, വീട് വെക്കാൻ ഇഷ്ടം പോലെ പണം കയ്യിലുള്ളവരാണെങ്കിലും അവര് വീട് വെക്കാതെ ചെറിയ വാടകയ്ക്ക് എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിക്കുന്ന ഒരു പതിവ് അവിടെയുണ്ട്. ഈ കേരളത്തിലും കഴിയുന്നതും വീട് നിർമ്മാണത്തിലേക്ക്, കാരണം സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട് നിൽക്കുന്നവർ വളരെ കുറച്ചു പേർക്ക് ഇനി വീട് വേണ്ടു. ഇനി വീട് വേണ്ടത് കേരളത്തിൽ ഇപ്പോഴത്തെ ഡിമാൻഡ് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏകദേശം 5 ലക്ഷത്തോളം വീടുകളാണ്. 5 to 6, 5 മുതൽ 6 ലക്ഷം വരെ വീടുകൾ കേരളത്തിൽ ആവശ്യമാണ്. അങ്ങനെ 10-11 ലക്ഷം വീടുകൾ അടഞ്ഞു കിടക്കുന്ന വീടുകൾ തുറക്കില്ല. പക്ഷെ ഈ ആവശ്യമുള്ള വീടുകള് ചെറിയ വീടുകളാണ്, ലോ ഇൻകം ഗ്രൂപ്പ് ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പിന് വേണ്ട വീടുകളാണ്. അതുകൊണ്ട് അവര് വലിയ പലിശയ്ക്കും മറ്റൊന്നും ബാങ്ക് ലോൺ എടുക്കാനുള്ള സാധ്യത കുറവാണ്, റീപേയ്മെന്റ് കപ്പാസിറ്റി കുറവായതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നോർമൽ സ്റ്റേജിലേക്ക് ഈ നിർമ്മാണ മേഖല, പ്രത്യേകിച്ചും ഭവന നിർമ്മാണ മേഖല, ഞാൻ ബാക്കിയുള്ളതിലേക്ക് വരാം, ഭവന നിർമ്മാണ മേഖല ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരാൻ 1 മുതൽ 2 വരെ വർഷങ്ങൾ മിനിമം എടുത്തേക്കാം. ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോവിഡിനെ പിടിച്ചു കെട്ടണമെങ്കിൽ ഒന്നിൽ അതിന് തക്കതായ ഒരു മരുന്ന് വരണം, അല്ലെങ്കിൽ അതിന് തക്കതായ ഒരു വാക്സിൻ വരണം. ഒരു വാക്സിൻ വരണമെങ്കിൽ മിനിമം 1.5-2 വർഷമെങ്കിലും എടുക്കാതെ ഒരു വാക്സിൻ എത്തില്ല. മരുന്നാണ് അതുകൊണ്ട് മുൻകൂട്ടി പ്രതീക്ഷിക്കുന്നത്. ഒരു വർഷത്തിനകം തന്നെ മരുന്ന് വരികയാണെങ്കിൽ, മരുന്ന് എത്തിക്കഴിഞ്ഞാലും പിന്നെയും ഒരു 6 മാസം കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അപ്പൊ എന്തായാലും 1 വർഷം മുതൽ 2 വർഷം വരെ നിർമ്മാണ രംഗത്തെ ഈ മാന്ദ്യത തുടരും. അതുപോലെ ഒരു വീടില് ചെലവഴിക്കുന്ന തുകയുടെ അളവ് കുറയും. പക്ഷെ ഇതിനൊക്കെ ചില പരിഹാരങ്ങൾ ഞാൻ ഇത് കഴിഞ്ഞ് പറയുന്നുണ്ട്. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. കേരള സർക്കാർ 2016 റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് കൊണ്ടുവരികയുണ്ടായി. അതായത് ഭൂമിയുടെ ക്രയവിക്രയ ഉപയോഗം സംബന്ധിച്ചുള്ള നിയന്ത്രണമാണ് ഈ ആക്ട് എന്ന് പറയുന്നത്. അത് നിയമസഭ പാസാക്കിയ ആക്ട് ആണ്. ആ ആക്ട് ജനുവരി 2020 അവർ വളരെ കർശനമായിട്ട് 31-ാം തീയതിക്ക് മുന്നേ, മാർച്ച് 31-ാം തീയതിക്ക് മുന്നേ എല്ലാവരും അതനുസരിച്ച് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. കുറെ പേരൊക്കെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷെ മാർച്ച് 31-ന് മുന്നേ തന്നെ ലോക്ക്ഡൌൺ വന്നതുകൊണ്ട് നല്ലൊരു പങ്ക് ആളുകൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന്റെ ഡേറ്റ് ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മെയ് 15 വരെയാണ്. ചിലപ്പോൾ ഇനിയും അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഈ ലോക്ക്ഡൌൺ, ഇപ്പോഴത്തെ ലോക്ക്ഡൌൺ കഴിയാൻ പോകുന്ന മെയ് 17-നാണല്ലോ. അതുകൊണ്ട് ഇനിയും അത് നീട്ടപ്പെടും. പക്ഷെ അങ്ങനെ നീട്ടിയാലും ഈ റെഗുലേഷൻ അനുസരിച്ചുള്ള ഒരു രജിസ്ട്രേഷൻ കേരളത്തിലെ എല്ലാ നിർമ്മാണ മേഖലയിലും ചെയ്യേണ്ടി വരും. അത് ഒരു നിയന്ത്രണമാണ്. പക്ഷെ ആ നിയന്ത്രണത്തിലെ ചില ലഘൂകരണങ്ങൾ ഇപ്പോൾ ആവശ്യമായി വരും. കാരണം ഈ കോവിഡ് നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്ന പുതിയ പ്രശ്നങ്ങളും പുതിയ അവസരങ്ങളുമായിട്ടാണ്. അതുകൊണ്ട് 2016 ആ നിയമം പാസ്സാക്കുന്ന സമയത്തുള്ള അവസരങ്ങളും പ്രശ്നങ്ങളും ഒന്നും അല്ല ഇത്. അതനുസരിച്ച് കോവിഡാനന്തര ലോകത്തിനനുസരിച്ച് നിയമം തന്നെ മാറ്റേണ്ടി വരും. ഇത് മാത്രമല്ല, ഇന്ന് ഇന്ത്യയിലും ലോകത്തുമുള്ള നല്ലൊരു പങ്ക് നിയമങ്ങളിൽ, അത് ഈസ്റ്റ്മെന്റ് ആക്ട് ആയിക്കോട്ടെ, ഈവൻ പീനൽ കോഡ് ആയിക്കോട്ടെ, ഇതിലെല്ലാം പുതിയ നിയമങ്ങൾ ഇനി ഉൾപ്പെടുത്തേണ്ടി വരും.
എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം മെയ് 15-ന് ഇതിൽ മാറ്റം ഉണ്ടാവുന്നു. ഇനി അടുത്തത് കസ്തൂരിരംഗൻ കമ്മിറ്റി. ഞാനൊരു 5-6 മിനിറ്റ് കൂടി പറഞ്ഞത് ഈ സെഷൻ നിർത്തും. കസ്തൂരിരംഗൻ കമ്മിറ്റി നിങ്ങൾക്കറിയാം, ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ വളരെ സെൻസിറ്റീവായി വന്നപ്പോൾ നിയമിച്ച കമ്മിറ്റിയാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി. കസ്തൂരിരംഗൻ കമ്മിറ്റി കേരളത്തിലെ 13,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഇക്കോളജിക്കലി സെൻസിറ്റീവ്, അതായത് പരിസ്ഥിതി എന്നാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് തന്നെ പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് കേരള സർക്കാർ നിയോഗിച്ച ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് ആയിക്കോട്ടെ, ആ റിപ്പോർട്ട് പറയുന്നത് 9,993 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ എൻവയറമെന്റലി ഫ്രാജൈൽ എന്നാണ്. അപ്പൊ ഒരു ചെറിയ റിലീഫ് ഉണ്ട്. മൊത്തം കേരളത്തിലുള്ള ഭൂമിയുടെ 4/1 നമ്മൾ നിർമ്മാണത്തിന് ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ, ബാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ രസകരമായ വസ്തുത, കേരള സംസ്ഥാന സർക്കാർ ക്വാറിയിങ്ങില് പല സ്ഥലത്തും ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടായി. ഉദാഹരണത്തിന് 5,924 ഗ്രാനൈറ്റ് ക്വാറീസ് തന്നെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന പാറ ഗ്രാനൈറ്റും ബസാൾട്ടുമാണ്. പിന്നെ ഉള്ളത് മലബാർ ഭാഗത്ത്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഏറ്റവും ഉള്ളത് ലൈംസ്റ്റോൺ ആണ്. ഈ 5,924 ക്വാറീസിന്റെ ബാൻ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടും ഇപ്പോഴും നമുക്ക് ആ ബാൻ പൂർണ്ണമായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇതില് 1000-ഓളം ക്വാറികൾ ഇല്ലീഗലാണ്, യാതൊരു നിയമപരമായ ക്ലിയറൻസും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ക്വാറികളാണ്. അപ്പൊ ഇനി നിർമ്മാണ രംഗം സജീവമായി കഴിഞ്ഞാലും ബാൻ ഏർപ്പെടുത്തിയ ക്വാറികളിൽ നിന്ന് നമുക്ക് ബാൻ കിട്ടില്ല, നമുക്ക് കല്ലുകൾ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇനിയും അതിനുള്ള പുതിയ വഴിയും കൂടി, തമിഴ്നാട്ടിൽ നിന്ന് ഇടയ്ക്ക് കല്ല് കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അതിനൊക്കെ പുതിയ വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പാറക്കഷ്ണങ്ങളും മെറ്റൽ അഗ്രിഗേറ്റ്സും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള കൺസ്ട്രക്ഷൻ തന്നെ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. പുതിയ രീതിയിലേക്ക് നമ്മൾ പോയിക്കേണ്ടി വരും. അടുത്ത സ്ലൈഡിലേക്ക് വരികയാണ്. ഇനി എന്തൊക്കെ ചെയ്യണം, അതാണ് ഞാൻ ഇതോടെ ഈ സ്ലൈഡ് കൂടി പറഞ്ഞിട്ട് ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഒന്ന്, ഒരുപാട് വ്യവസായങ്ങൾ ഇപ്പൊ ഇന്ത്യയിലേക്ക് പറിച്ചു നടാൻ പദ്ധതിയിടുന്നു. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയുമായിരിക്കും, ആഗോളതലത്തിലെ ചൈനയ്ക്കെതിരായിട്ടൊരു വലിയ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും ചൈനയ്ക്കെതിരായി തിരിയും. പ്രധാനപ്പെട്ട യൂറോപ്യൻ അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ നിന്ന് പിന്മാറാൻ തിരിയും. 1000-ഓളം കമ്പനികൾ അങ്ങനെ തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവരിപ്പോ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കാണുന്നത് ഇന്ത്യയാണ്. 10,000-കണക്കിന് ഏക്കറുകൾ അതിനുവേണ്ടി വിട്ടുകൊടുക്കാൻ ഇന്ത്യ സർക്കാർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ധാരാളം കമ്പനികൾ ഇന്ത്യയിലേക്ക് വരും. അതിൽ നല്ലൊരു പങ്ക് മാനുഫാക്ചറിംഗ് സെക്ടർ, ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സെക്ടർ, ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് സെക്ടർ, പ്രൊഡക്ഷൻ സെക്ടർ എല്ലാം വരും. ഈ കമ്പനികൾക്ക് ധാരാളം ബിൽറ്റപ്പ് ഏരിയ വേണ്ടി വരും, ധാരാളം കെട്ടിടങ്ങൾ വേണ്ടി വരും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ കമ്പനികൾ പൊതുവെ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം കേരളത്തിൽ പൊതുവെ ലേബർ പ്രോബ്ലംസ് കൂടുതലാണെന്ന് മലയാളികൾ അങ്ങനെ വിചാരിക്കുന്നില്ലെങ്കിൽ പോലും കേരളത്തിന് പുറത്തുള്ളവർ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിനെ മാറ്റിയെടുക്കാൻ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നല്ല ശ്രമം നടത്തിയാൽ, ഇപ്പൊ തന്നെ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ അതിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഈ വരാൻ പോകുന്ന വ്യവസായങ്ങളിൽ അധികം സ്ഥലം ആവശ്യമില്ലാത്ത എന്നാൽ ധാരാളം തൊഴിൽ ആവശ്യമായി വരുന്ന, പൊല്യൂഷൻ കുറഞ്ഞ, എസ്പെഷ്യലി ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസ്, മൊബൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യവസായങ്ങളെ നമുക്ക് കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയും. സോഫ്റ്റ്വെയർ രംഗത്ത് നമുക്ക് എല്ലാ കമ്പനികളെയും ആകർഷിക്കാം. കാരണം ഏറ്റവും നന്നായി ലോകത്ത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ കഴിയുന്ന മലയാളികളാണ്. ഇങ്ങനെ ഒരു പ്രചരണം കൊണ്ടുവരികയാണെങ്കിൽ ധാരാളം വ്യവസായങ്ങളെ, മലിനീകരണമില്ലാത്ത വ്യവസായങ്ങളെ നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയുള്ള വ്യവസായങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിർമ്മാണത്തിന് വലിയ സാധ്യത ഉണ്ടാവും. വലിയ വലിയ നിർമ്മാണങ്ങളായിരിക്കും. അതുകൊണ്ട് ചെറിയ കോൺട്രാക്ടർമാർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അടുത്തായിട്ട് പറഞ്ഞത്, സ്മോൾ കോൺട്രാക്ടേഴ്സ് ഷുഡ് മേക്ക് കൺസോർഷ്യം. ചെറിയ ചെറിയ കോൺട്രാക്ടർമാര് ഒന്നായിട്ട് ഗ്രൂപ്പ് ചേരണം. ഒരാൾ 2 ആൾ ഒന്നിച്ച് നിൽക്കാതെ 10-20 പേര് ചേർന്ന ഒരു കൺസോർഷ്യം വരികയാണെങ്കിൽ, അങ്ങനെയുള്ള കൺസോർഷ്യങ്ങൾക്ക്, കൂട്ടായ്മകൾക്ക് ഈ വിധത്തിലുള്ള വലിയ നിർമ്മാണങ്ങളെ, അവർക്ക് അതിനുള്ള തൊഴിലാളികളെപ്പം ലഭിക്കും, കൂട്ടായ്മയാണ്, അവർക്ക് ഏറ്റെടുക്കാൻ കഴിയും. അവർക്ക് ഈ നിർമ്മാണ രംഗത്തേക്ക് കടക്കാനും അതിൽ വ്യക്തമായ ഓരോ ഷെയർ ഓരോരുത്തർക്ക് കിട്ടാനും കഴിയും. പിന്നെ രണ്ടാമത്, ചെറിയ ചെറിയ കോൺട്രാക്ടർമാർക്ക് പ്രാദേശികമായിട്ട് ഒരുപാടുണ്ട്. അവർക്ക് നിർമ്മാണം ഒരു കൊല്ലത്തേക്ക് കഷ്ടിച്ച് സർവൈവ് ചെയ്യാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ, പിടിച്ചു നിൽക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ട് അവരിൽ കഴിയുന്ന ആളുകള് നിർമ്മാണം എന്നുള്ള ഒരൊറ്റ ഫോക്കസ് മാറ്റിയിട്ട് മെയിൻ്റനൻസ് ആൻഡ് സർവീസ്. ഇപ്പൊ കേരളത്തിലുള്ള നല്ലൊരു പങ്ക് വീടുകൾ പഴയ വീടുകളാണ്. ഈ വീടുകളുടെ മെയിൻ്റനൻസും സർവീസിനും ഇപ്പൊ ആളെ കിട്ടുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കൺസ്ട്രക്ഷൻ കമ്പനീസ് ഒന്നും അത് ചെയ്യുന്നില്ല. ഇവനൊരു ചെറിയ കോൺട്രാക്ടർ ആണെങ്കിൽ കൂടി പുതിയ വീടുകൾ ചെയ്യാൻ മാത്രമേ അയാൾക്ക് താല്പര്യമുള്ളൂ. പക്ഷെ ഈ പല തുള്ളി പെരുവെള്ളം എന്നൊരു കോൺസെപ്റ്റിലേക്ക് മാറിയിട്ട് ഒരു
കൺസ്ട്രക്ഷൻ കമ്പനി ഒരു പഞ്ചായത്തിലെ മൊത്തം സർവീസ് ആൻഡ് മെയിൻ്റനൻസ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള വഴി അതിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ കുറെ കമ്പനികൾ, കുറെ കോൺട്രാക്ടർമാര്, കുറെ ബിൽഡേഴ്സ് ഒക്കെ ഈ സമയത്ത് മുന്നോട്ട് വരണം. മറ്റൊന്ന് കോപ്പറേറ്റീവ് ഫണ്ടിങ് സൊസൈറ്റീസ് തുടങ്ങാന്നുള്ളതാണ്. ഇപ്പൊ പലരുടെയും കയ്യിൽ പൈസ ഇല്ല. ബിൽഡേഴ്സിന്റെ കയ്യിലും കോൺട്രാക്ടേഴ്സിന്റെ കയ്യിലും തന്നെ ആവശ്യത്തിന് പൈസ ഇല്ല. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇതിനു വേണ്ടി മാത്രം, അത് കോൺട്രാക്ടേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആകാം, ബിൽഡേഴ്സ് സൊസൈറ്റികളാകാം, സർക്കാരിൽ നിന്ന് ഫണ്ട് അവൈൽ ചെയ്യാം. ഈ സൊസൈറ്റികൾക്ക് അല്പം കുറഞ്ഞ പലിശ നിരക്കിൽ ഗവൺമെന്റ് മറ്റ് ബാങ്കുകളുടെ ഒക്കെ പലിശ കിട്ടും. അവരതിന് തയ്യാറാകണം. പിന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു കൊല്ലം എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. ഈ ഒരു കൊല്ലം പിടിച്ചു നിൽക്കുക എന്നുള്ള ഇത്ര കഷ്ടമാണ്. അതുകൊണ്ട് അത്യാവശ്യം സ്റ്റാഫിനെയൊക്കെ മിനിമം പേയ്മെന്റ് കൊടുത്തിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു കൊല്ലമെങ്കിലും പിടിച്ചു നിന്നെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം തകർന്നു പോകും. അതുകൊണ്ട് ബിൽഡേഴ്സും കോൺട്രാക്ടേഴ്സും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കൊല്ലം എങ്ങനെ പിടിച്ചു നിർത്തണം എന്നുള്ളത്. ഇനി എനിക്ക് പുതുതായി ഇറങ്ങി വരുന്ന സിവിൽ എഞ്ചിനീയർമാരോടെ, ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമ കഴിഞ്ഞവരോട് പറയാനുള്ളത്, ഒരു കൊല്ലത്തേക്ക് നിങ്ങളെ ശമ്പളം തന്ന് ജോലിയിൽ എടുക്കാൻ ആരും തയ്യാറാവില്ല. അത് നിങ്ങൾ ഡിഗ്രി ഡിപ്ലോമ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരാണെങ്കിൽ ഇപ്പൊ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂടെ പെയ്ഡോ അൺപെയ്ഡോ, വേതനം വാങ്ങിയോ വാങ്ങാതെയോ അപ്രന്റീസ് ആയിട്ട് ജോലി ചെയ്യുക. ഒരു കൊല്ലം കഴിഞ്ഞ് ഈ പറഞ്ഞ മാന്ദ്യതയൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നിങ്ങളുടേതായ ഒരു വലിയ ആകാശം നിങ്ങൾക്ക് തുറന്നു കിട്ടും. അതിനൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എന്റെ സ്പീച്ച് ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അത് കഴിയുമ്പോൾ ഇത് കട്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇപ്പോ മെസ്സേജ് ചെയ്തോളൂ. നിങ്ങളുടെ മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൊബൈൽ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ താഴെ വലത്തെ അറ്റത്തൊരു ചാറ്റ് ബോക്സ്, ഒരു ഓപ്ഷൻ കിട്ടും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് കോമൺ ചാറ്റ് ആയിട്ട് വന്നോട്ടെ, എല്ലാവരും കണ്ടോട്ടെ ചോദ്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും 1/2 മണിക്കൂറോളം നമ്മൾ ഈ ഡിസ്കഷൻ ഉണ്ടാവും. കാരണം ഞാനിത് ജനറൽ ആയിട്ടാണ് പറഞ്ഞത്. ഇതിൽ പലരുണ്ട്, പ്രൊഫസർമാർ ഇതിലുണ്ട്, കോൺട്രാക്ടേഴ്സ് ഇതിലുണ്ട്, അതുപോലെ വിദ്യാർത്ഥികളുണ്ട്, നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ചോദ്യങ്ങൾ പലതായിരിക്കും. അതിനെ എനിക്കറിയാവുന്ന രീതിയിൽ, ഈ രംഗത്ത് വളരെ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലും ഇപ്പൊ ധാരാളം ഇതിനെക്കുറിച്ച് വായിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്റെ അനുഭവങ്ങളും എന്റെ വിജ്ഞാനവും അറിയാവുന്ന രീതിയിൽ ഞാൻ പകർന്നു തരാൻ തയ്യാറാണ്. ഈ ഒരു ബ്രേക്ക് കഴിയുമ്പോൾ അത് തുടരാം. നിങ്ങൾ പ്രൊഫസർ ലാലിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡോക്ടർ ലാൽ പറയൂ. ഇപ്പോ ക്വസ്റ്റ്യൻ മാറി. സർ, ഇൻ യുവർ ലാസ്റ്റ് വെബിനാർ യു സ്റ്റേറ്റഡ് ദാറ്റ് കോവിഡ് ഈസ് ദെയർ ടു സ്റ്റേ ഫോർ അറ്റ്ലീസ്റ്റ് 2 years. അതെ, ഒരു 2 വർഷമെങ്കിലും നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കോവിഡ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും കോവിഡ് നിയന്ത്രിക്കണമെങ്കിൽ ഒന്നിയിൽ ഒരു വാക്സിൻ വേണം, അല്ലെങ്കിൽ മരുന്ന് വേണം. വാക്സിൻ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു മിനിമം പീരീഡ് 1.5 വർഷമാണ് ഏകദേശം. അത് വ്യാപകമായി പരീക്ഷിച്ച് കഴിയാനുള്ള ഒരു പീരീഡ് ഏകദേശം ഒരു 6 മാസത്തോളമാണ്. അപ്പോൾ ഒരു വാക്സിൻ വ്യാപകമായി വരണമെങ്കിൽ അതിന് ഏകദേശം 6 മാസം പ്ലസ് 1.5 വർഷം, 2 വർഷമെങ്കിലും കഴിഞ്ഞാലേ അത് വ്യാപകമാവും. ഇതിനേക്കാൾ മുമ്പേ മരുന്ന് വരികയാണെങ്കിൽ, ഇപ്പൊ മരുന്ന് പലതും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മരുന്ന് മനുഷ്യനിൽ പരീക്ഷിച്ച് വിജയകരമായി വന്നു കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തിനകം അങ്ങനെ മരുന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ വ്യാപകമായ ഉപയോഗം വരണമെങ്കിൽ മിനിമം 1 കൊല്ലമെങ്കിലും എടുക്കും. അങ്ങനെ 1 കൊല്ലം എടുത്താൽ തന്നെ ഈ സാമ്പത്തിക മാന്ദ്യം, ഈ 1 കൊല്ലം നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തണമെങ്കിൽ നമുക്ക് 2 വർഷമെങ്കിലും വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു ടോക്കില്, അത് ഈ വിഷയമായിരുന്നില്ല, മറ്റൊരു വിഷയമായിരുന്നു, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച ഒരു ടോക്കില് 2 വർഷമെങ്കിലും കുറഞ്ഞതെടുക്കും നമ്മൾ ഈ മാന്ദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇപ്പോഴും അങ്ങനെ എന്റെ ഫീലിംഗ് അങ്ങനെയാണ്. ചിലപ്പോൾ അതിലും കൂടുതൽ എടുക്കും. കാരണം ഏത് സമയത്ത് അത് മരുന്ന് പ്രത്യക്ഷപ്പെടും നമുക്ക് ഇപ്പൊ പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഇത് സംബന്ധിച്ച് ഞാൻ എന്റെ മകനുമായിട്ട്, അവനൊരു മെഡിക്കൽ ഹാൻഡ് ആണ്, സംസാരിച്ചപ്പോ അതിനെക്കുറിച്ച് പ്രെഡിക്റ്റബിൾ അല്ല എന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമുക്കിപ്പോ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് വരുമ്പോ വരട്ടെ എന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ഇനി അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്, സർ, അടുത്ത പറഞ്ഞിരിക്കുന്നത്, ഇൻ യുവർ ലാസ്റ്റ് വെബിനാർ യു സ്റ്റേറ്റഡ് ദാറ്റ് കോവിഡ് ഈസ് ദെയർ ടു സ്റ്റേ ഫോർ അറ്റ്ലീസ്റ്റ് 2 years. If this is the case, will foreign countries think of relocating to India? Will not consortium activities be on the downturn? Will be on the downturn in India, which also would lead to unemployability. Unemployability, see, നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത, വി സെർച്ച് ഫോർ എംപ്ലോയബിലിറ്റി. ഇപ്പൊ ഈ കോവിഡ് പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ പലരും പ്രതീക്ഷിക്കുന്നത് മലയാളികൾ കേരളത്തിൽ തന്നെ നിൽക്കുമെന്നാണ്. അല്ല, കോവിഡ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രാഷ്ട്രങ്ങളിൽ കുടിയേറ്റ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാലും ഇപ്പൊ ലോകത്ത് നിങ്ങൾക്ക് അറിയുന്ന പോലെ 215 രാഷ്ട്രങ്ങളുണ്ട്. അതിൽ സ്വതന്ത്ര രാഷ്ട്രങ്ങൾ 193 ഉണ്ട്, സാമന്ത രാഷ്ട്രങ്ങൾ 4 എണ്ണം ഉണ്ട്, ബാക്കി 18 എണ്ണം ഇൻഡിപെൻഡന്റ് നേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പോലെ മറ്റു രാജ്യങ്ങളുടെ തണലിൽ നിൽക്കുന്നവരാണ്.
ഈ രാജ്യങ്ങളിൽ ഒരു 10-60 എണ്ണം, ഇപ്പൊ ഏതാണ്ട് 65-70 രാജ്യങ്ങളിലാണ് മലയാളികൾ ധാരാളമായിട്ട്. ഇപ്പൊ ഈ രാജ്യങ്ങളിലെ കുടിയേറ്റത്തിന് നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ മലയാളി സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 5 ലക്ഷം പേര് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2-3 ലക്ഷം പേര് എന്തായാലും മടങ്ങിപ്പോയിരിക്കും. എല്ലാവരും ഇവിടെ നിൽക്കില്ല. മറ്റൊന്ന്, ഈ കൺസോർഷ്യം രൂപീകരിക്കാനുള്ളത് ഇപ്പൊ നിലനിൽക്കാൻ വേണ്ടിയാണ്, വേറെ വഴിയില്ല. ഇനി 2-3 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഒരു 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 സംരംഭകൻ എന്നുള്ള നിലയ്ക്കോ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കോ വളർന്നു കഴിഞ്ഞാൽ പിന്നെ കൺസോർഷ്യത്തിന്റെ ഭാഗമായി നിൽക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അടുത്തത്, സർ, ഇൻ ദ ലാസ്റ്റ് വെബിനാർ യു സ്റ്റേറ്റഡ് ദാറ്റ് കോവിഡ് ഈസ്, അത് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത്, സർ, ക്യാൻ യു കമന്റ് ഓൺ ദി സ്കോപ്പ് ഓഫ് ലോ കോസ്റ്റ് ഹൗസിംഗ് ലൈക്ക് ഫൊറോസിമെന്റ് ഹൗസസ്, പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൗസസ് ഇൻ ദി കേരള എൻവയറൺമെന്റ് ഇൻ ഫ്യൂച്ചർ? ഇത് ഫ്യൂച്ചറിൽ മാത്രമല്ല, ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ തന്നെ കേരളത്തിലെ മൊഡുലാർ കൺസ്ട്രക്ഷൻ വളരെ എത്തിക്കഴിഞ്ഞു. പക്ഷെ പണ്ടുണ്ടായിരുന്ന ഒരു കൾച്ചർ ലോ കോസ്റ്റ് കൺസ്ട്രക്ഷൻ പുറമോടി കാണിച്ചിട്ട് ഹൈ കോസ്റ്റ് കൺസ്ട്രക്ഷൻ ആയിട്ട് ഇന്റീരിയർ ചെയ്യുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. അത് മാറും. ഫെറോസിമെന്റ് വളരെ വ്യാപകമായി കഴിഞ്ഞു. അതുപോലെ ജിപ്സം ബോർഡുകൾ, അപ്പൊ ഉദാഹരണത്തിന് FICTയുടെ ജിപ്സം ഷീറ്റ് മാനുഫാക്ചറിങ് പ്ലാന്റ് ഉണ്ട്, FRGL എറണാകുളത്ത്. അതിപ്പോ വളരെയധികം, ആദ്യകാലത്ത് അതിന്റെ പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു. ഇപ്പോൾ അത് വളരെയധികം പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇനി സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ കൂടി അധികം വൈകാതെ കേരളത്തിലേക്ക് എത്തും. ഇപ്പൊ തന്നെ ചില കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രീ ഫാബ്രിക്കേഷൻ 2 കൊല്ലത്തിനകം തന്നെ വളരെയധികം കേരളത്തിൽ മെച്ചപ്പെടും. മാത്രമല്ല ഈ പ്രീ ഫാബ്രിക്കേഷൻ ഏത് കോസ്റ്റ് റേഞ്ചിലും പറ്റും, ലോ കോസ്റ്റ് മുതൽ ഹൈ കോസ്റ്റ് വരെയൊക്കെ. മാത്രമല്ല ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷന് പ്രത്യേകതയുള്ളത് അതിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്. അത് ഇന്റർലിങ്ക്ഡ് ആണ്. ഒരു ബ്രിക്ക് കൺസ്ട്രക്ഷൻ, സാധാരണ ബ്രിക്ക് വെച്ച് വെറുതെ കെട്ടിയുണ്ടാക്കുന്ന ഒരു വീട് 6.5 റിച്റ്റർ സ്കെയിലിൽ വന്നാൽ തന്നെ, റിച്റ്റർ സ്കെയിലിൽ ഒരു 6.5 കഴിഞ്ഞാൽ തന്നെ അത് പൊളിഞ്ഞു വീഴും. പക്ഷെ പ്രീ ഫാബ് ഹൗസസ് ആണെങ്കിൽ ഒരു 7.5 കഴിയാതെ പെട്ടെന്ന് പൊളിഞ്ഞു വീഴില്ല. അതുകൊണ്ട് സ്റ്റെബിലിറ്റി സൈഡിലും പ്രീ ഫാബ് ഹൗസസ് ബെറ്റർ ആണ്. അതിന് കണക്ടിങ് ലിങ്ക്സ് ഉണ്ടാവും. ഇനി അടുത്തത്, ടെൽ us more about, ബിന്ദു ഇത് ബ്രേക്ക് ആകുന്നില്ലല്ലോ, ദാറ്റ്സ് എ ഗുഡ് തിങ്. ബ്രേക്ക് ആകില്ലേ? ഹലോ, ബ്രേക്ക് ആവുന്നില്ല, എന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഐ ഡോണ്ട് നോ. അപ്പൊ ദാറ്റ് മീൻസ് ഇറ്റ് മേ നോട്ട് ബ്രേക്ക്. അതുകൊണ്ടായിരിക്കും. കാരണം ഗൂഗിൾ ഒക്കെ എല്ലാം ഫ്രീ ആക്കിയതുകൊണ്ട് സൂമും ഫ്രീ ആക്കി തുടങ്ങിയിട്ടുണ്ടാകാം ചിലപ്പോൾ. Let us hope so. അടുത്ത ക്വസ്റ്റ്യൻ, tell us more about modular bricks. Are there many production units in Kerala? What is its composition? മോഡുലാർ ബ്രിക്സ് പലതരത്തിലുള്ളതുണ്ട്. ഹോളോ ബ്രിക്സും ഉണ്ട്, സോളിഡ് ബ്രിക്സും ഉണ്ട്. ഇതിന് രണ്ടിലും കേരളത്തിൽ ഇഷ്ടം പോലെ, എന്തിനും നിർമ്മിതി കേന്ദ്രം തന്നെ, സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെയും ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെയും നല്ല ക്വാളിറ്റിയുള്ള മോഡുലാർ ബ്രിക്സ് കിട്ടും. അത് കൂടാതെ പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ഒരുപാട് പേരുണ്ട്. കേരളത്തിലെ മോഡുലാർ ബ്രിക്സിന് ഒരു ക്ഷാമവും ഇല്ല. ഇനി അത് കൂടും. കാരണം ഇനി മറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, പക്ഷെ ഇനി ബ്രിക്സിനേക്കാൾ കൂടുതൽ വരാൻ പോകുന്ന മോഡുലാർ പാനൽസ് ആയിരിക്കും. പാനൽ ആകുമ്പോൾ തിക്നെസ് വീണ്ടും കുറവ് മതി. ബ്രിക്കിന് സാധാരണ 10 സെന്റിമീറ്റർ മുതൽ 15 സെന്റിമീറ്റർ വരെ സാധാരണ ബ്രിക്കിന്, മോഡുലാർ ബ്രിക്സിന് തിക്നെസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രിക്ക് വാൾ ചെയ്യുമ്പോൾ 20 to 21 സെന്റിമീറ്റേഴ്സ്, 19 സെന്റിമീറ്റേഴ്സ് ബ്രിക്ക് പ്ലസ് മോട്ടർ 22 to 23 സെന്റിമീറ്റേഴ്സ് വരെ ചിലപ്പോൾ പോകാറുണ്ട്. അത്രയും കനത്തിലാണ് ചെയ്യുന്നത്. പക്ഷെ മോഡുലാർ ബ്രിക്സ് ആണെങ്കിൽ അത്രയും ആവശ്യമില്ല. 15 സെന്റിമീറ്റർ വാളിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇനിയും ഇതിനേക്കാൾ തിന്നറായിട്ടുള്ള മോഡുലാർ സ്ലാബ്സ് വരും. മോഡുലാർ സ്ലാബ്സ് ആണെങ്കിൽ 5 സെന്റിമീറ്റർ മുതൽ 10 സെന്റിമീറ്റർ വരെ വാൾ തിക്നെസ് വേണ്ടി വരുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് പോപ്പുലർ ആകാൻ പോവാണ്. ഈ മെറ്റീരിയൽസിന് നല്ല സ്കോപ്പാണ് ഇതിന്റെ പ്രൊഡക്ഷനും. അതുകൊണ്ട് ഇപ്പോൾ കൺസ്ട്രക്ഷൻ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് മോഡുലാർ കൺസ്ട്രക്ഷനിലെ മെറ്റീരിയൽസ് അത് ഇപ്പൊ തന്നെ 1-2 കേരളത്തിലുണ്ടെങ്കിൽ ലാഭകരമല്ല, അവരൊക്കെ ലാഭകരമാകാൻ പോവുകയാണ്. കാരണം ഇനിയുള്ള കൺസ്ട്രക്ഷൻ അതിലേക്ക് പോകുന്നത്. Do you mean that steel construction will be cheaper and to be adopted? സ്റ്റീൽ കൺസ്ട്രക്ഷൻ ചില കണ്ടീഷൻസിൽ വളരെ ചീപ്പറാണ്. ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ചില പ്രത്യേകതരം കൺസ്ട്രക്ഷൻ, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. അത് തന്നെ കൊറുഗേറ്റഡ് സ്റ്റീൽ കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ ഉണ്ട്. അത് ചിത്രങ്ങളൊക്കെ വെച്ച് വിശദീകരിക്കേണ്ടി വരും. പക്ഷെ സ്റ്റീൽ കൺസ്ട്രക്ഷൻ ചില കേസുകളിൽ വളരെ ചീപ്പാവും. അത് അറിയുന്ന ഒരാളിനോട് അതിനെക്കുറിച്ച് സംസാരിച്ച്, അത് പഠിച്ചിട്ടുള്ള ഒരാളിനോട് അതിനെക്കുറിച്ച് സംസാരിച്ച് നിങ്ങൾ അത് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത ചോദ്യം, Sir, can you please explain the scope of low cost and sustainable construction using waste materials? അതും പുതിയ കാര്യമല്ല. കേരളത്തിൽ നല്ലൊരു പങ്ക്, ഉദാഹരണത്തിന് ഇപ്പൊ ഹൈവേ കൺസ്ട്രക്ഷനിൽ തന്നെ ബിൽഡിംഗ് വേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഡെമോളിഷൻ വേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡെമോളിഷൻ വേസ്റ്റ് ക്രഷ് ചെയ്ത് സാധാരണ അഗ്രിഗേറ്റ് പോലെ ഉപയോഗിക്കുന്നതിന് വലിയ വിഷമമൊന്നുമില്ല. അത് ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട്. പക്ഷെ ഇത് വ്യാപകമാകും. അടുത്ത ചോദ്യം, വാട്ട് വിൽ ബി ദ കമ്പൈൻഡ് ഇമ്പാക്ട് ഓഫ് ഗ്ലോബൽ ഇക്കോണമി, ഓയിൽ പ്രൈസ് ആൻഡ് ചേഞ്ചസ് ഇൻ കൺസ്ട്രക്ഷൻ സെക്ടർ? ഓയിൽ പ്രൈസ് ഇപ്പൊ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് വാങ്ങാൻ ആളില്ല. അതുകൊണ്ട് വലിയ കണ്ടെയ്നറുകളിലൊക്കെ ഓയിൽ ഒഴിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പണം കൊടുത്തു. കാരണം ഓയിൽ അങ്ങനെ ദീർഘനാളായിട്ട് കണ്ടെയ്നറുകളൊക്കെ കെട്ടി വെച്ചേക്കുന്നതിന്റെ പ്രായോഗിക വിഷമം കൊണ്ടും
എടുക്കുന്ന ഓയിൽ റീഫിൽ ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും ഏതെങ്കിലും തരത്തിൽ ഓയിൽ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ഓയിൽ നെഗറ്റീവ് പ്രൈസിന് വിറ്റുകൊണ്ടിരിക്കുക. മുമ്പൊക്കെ നമുക്കറിയാം ഓയിലിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വില ഉള്ളതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ പലതിലും മുകളിലേക്ക് വന്നത്. അവരിപ്പോ അത് ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ വിലയില്ലാതെ വിറ്റുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് മാറും കുറച്ച് കഴിയും. പക്ഷെ എങ്കിലും പഴയതുപോലെ ഓയിലിന്റെ പ്രൈസ് കൂടില്ല. കാരണം ആളുകൾ ഇതിന്റെ ഉപയോഗം കുറയ്ക്കും. കാരണം വാഹനങ്ങൾ ഉപയോഗിക്കാതെ എങ്ങനെ ജീവിക്കാം എന്ന് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ആളുകൾ പലരും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് വാഹനങ്ങളുടെ ഉപയോഗം മാത്രമല്ല, ആരോഗ്യ പരിപാലനത്തിന് വാഹനങ്ങളുടെ ഉപയോഗം കുറവ് മതി എന്നുള്ള ഒരു ബോധം ഇപ്പൊ എല്ലാവർക്കും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് സർവീസ് സെക്ടറിൽ പൂർണ്ണമായിട്ടും അതിന്റെ സാധ്യതയുണ്ട്. പിന്നെ ഈ സർവീസ് സെക്ടറിൽ കൺസ്ട്രക്ഷൻ ഇത് ബാധിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർക്ക് അറ്റ് ഹോം എന്നുള്ള കോൺസെപ്റ്റ് കൂടാൻ പോവാണ്. ഇനി ഓഫീസിൽ പോയി വർക്ക് ചെയ്യേണ്ടതില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ HP-യുടെ ഒരു പ്രസന്റേഷൻ കേൾക്കുകയുണ്ടായി. അവരുടെ 50,000-ഓളം വരുന്ന ജീവനക്കാരിൽ 75% ആളുകളെ വർക്ക് അറ്റ് ഹോമിലേക്ക് വിട്ടുകഴിഞ്ഞു. ഓഫീസിലേക്ക് വരണ്ട. നല്ലൊരു പങ്ക് ഓഫീസുകൾ അവർ അടച്ചുപൂട്ടാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ വർക്ക് അറ്റ് ഹോം വ്യാപകമാകുമ്പോൾ ഓഫീസുകളുടെ ആവശ്യകത വളരെ കുറയും. അതുകൊണ്ട് ഇപ്പോഴുള്ള പല ഓഫീസുകളും വേണ്ടാതെ വരും, അല്ലെങ്കിൽ ഉപയോഗത്തിന് മാറ്റേണ്ടി വരും. സർവീസ് സെക്ടറിനെ അങ്ങനെ അത് ബാധിക്കും. സർവീസ് സെക്ടർ അങ്ങനെ കൺസ്ട്രക്ഷനെ ബാധിക്കാൻ വഴിയുണ്ട്. പിന്നെ വാട്ട് ചേഞ്ചസ് യു എക്സ്പെക്ട് ഇൻ ദി റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻസ്, എസ്പെഷ്യലി എൻവയറമെന്റൽ അഡിയറൻസ് ദാറ്റ് ബിക്കംസ് എസെൻഷ്യൽ. കോവിഡ് ഉണ്ടാക്കിയ ഗുണങ്ങളിൽ ഒന്നാണ് എൻവയറമെന്റൽ സെൻസിറ്റിവിറ്റി, എൻവയറമെന്റൽ അവയർനെസ് വല്ലാതെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് സംബന്ധിച്ച ഉദാഹരണത്തിന് കുറെ കാലത്തേക്കിന് നമ്മൾ മാസ്ക് വെച്ച് നടക്കേണ്ടി വരും. അതോടുകൂടി ഈ എൻവയറൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള അവയർനെസ് നമ്മുടെ എല്ലാ മീഡിയ വഴിയും, അത് കൈകഴുകലിൽ മാത്രം ഒതുങ്ങൂല. ഇനി നമ്മൾ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം. മുമ്പൊക്കെ ഏറ്റവും അധികം രോഗാണുക്കൾ പത്തോജൻസ് പകർന്നിരുന്നത് വേസ്റ്റ് വഴിയാണ്. ഇപ്പൊ സ്പാനിഷ് ഫ്ലൂ അല്ലെങ്കിൽ പ്ലേഗ് ഒക്കെ പകർന്നതിന് നല്ലൊരു പങ്ക് മാലിന്യങ്ങളായിരുന്നു. കോവിഡിന് അങ്ങനെ പറയപ്പെടുന്നില്ലെങ്കിലും മാലിന്യമുക്തമായ ഒരു മാർക്കറ്റിൽ നിന്നാണ് ഇത് പ്രചരിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് മാലിന്യത്തിൽ കൂടിയല്ല ഇപ്പൊ പകരുന്നത്, മനുഷ്യനിൽ കൂടിയാണ് പകരുന്നത്. എങ്കിലും പരിസ്ഥിതി സംബന്ധമായ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും നമ്മുടെ മേൽ തന്നെ സ്വാധീനമുണ്ട് എന്നൊരു ബോധം ഇപ്പോൾ ആളുകൾക്ക് വന്നു തുടങ്ങി. അതുകൊണ്ട് കൺസ്ട്രക്ഷൻ രംഗത്തുള്ള നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാകാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഇപ്പോഴുള്ള റെഗുലേഷൻസ് എല്ലാ ഗവൺമെന്റുകളും, മാത്രമല്ല അങ്ങനെ പാലിച്ചില്ലെങ്കിൽ അതിന് ശിക്ഷാ നടപടികൾ വരുമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകാൻ വഴിയുണ്ട്. അടുത്ത ചോദ്യം, സർ, വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് PWD ആൻഡ് ഗവൺമെന്റ് റിലേറ്റഡ് വർക്ക്? ലോട്ട് ഓഫ് കോൺട്രാക്ടേഴ്സ് ആർ ഫോക്കസിംഗ് ഓൺ ഇറ്റ്. ഒരു കാര്യം എല്ലാ കോൺട്രാക്ടേഴ്സും ഓർക്കുക, സർക്കാർ മുതൽ മുടക്കിയുള്ള പണികൾ ഇനി വല്ലാതെ കുറഞ്ഞു പോകും. ഒന്നാമത്തെ കാര്യം, സർക്കാരിന് ഫണ്ടിങ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ അറിയാം, ഏതാണ്ട് 4,000 കോടി രൂപയോളം ശമ്പളം കൊടുക്കാനുള്ളത് 1,000 കോടിയുള്ളത് കേരളത്തിന്റെ പ്രസ്താവന വരുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ തന്നെ ശമ്പളം കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം വൈകാതെ ഗവൺമെന്റ് സെക്ടറിലുള്ള കൺസ്ട്രക്ഷൻ ഒക്കെ വല്ലാതെ കുറയും. മറിച്ച് കോർപ്പറേറ്റ് സെക്ടറിൽ, അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറിലൊക്കെ കൺസ്ട്രക്ഷൻ കൂടും. അതുപോലെ വ്യവസായം നടത്തുക അല്ലെങ്കിൽ വ്യാപാരം നടത്തുക, ഇതൊക്കെ ഗവൺമെന്റിന്റെ ജോലി അല്ല എന്ന് 2 പതിറ്റാണ്ട് മുമ്പ് മൻമോഹൻ സിംഗ് ഒരിക്കൽ പറയുകയുണ്ടായി. ഗവൺമെന്റ് ജോബ് ഈസ് നോട്ട് ടു ഡു ബിസിനസ്, ഇറ്റ് ഈസ് ടു സീ ദാറ്റ് ദി ബിസിനസ് ഈസ് ഫ്ലറിഷിംഗ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാചകം. അതിപ്പോ സത്യമായി വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പല മേഖലകളിൽ നിന്നും വളരെ എസെൻഷ്യൽ സർവീസ്, ഇപ്പൊ ട്രാൻസ്പോർട്ട്, ഈ സമയത്ത് നമ്മൾ നോക്കൂ, KSRTCക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, ഫണ്ടില്ല. അപ്പൊ ഗവൺമെന്റ് ഇങ്ങനെയുള്ള പല സെക്ടറുകളിൽ നിന്നും പിൻവാങ്ങിയിട്ട് അതൊക്കെ കോർപ്പറേറ്റ് പ്രൈവറ്റ് സെക്ടറുകളിലേക്ക് മാറും. എന്നാൽ നിയന്ത്രണം എല്ലാത്തിന്റെയും, സെക്യൂരിറ്റി, പോലീസ്, ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റിന് നടക്കാൻ പോകുന്ന ഒരു മേഖല ഹെൽത്ത് കെയറും സെക്യൂരിറ്റി ആയിരിക്കും. ഡോക്ടർമാരെ, നഴ്സുമാരെ, പോലീസ്, ഇവരെയൊക്കെ ധാരാളം ഇനി ഗവൺമെന്റിന് വേണ്ടി വരും. മറിച്ച് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന മറ്റു പലരുടെയും തൊഴില്, അവരുടെ പിക്ചർ തന്നെ മാറിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു ചേഞ്ച് ഇവിടെ വരും. യു ഹാവ് മെൻഷൻഡ് ഓൺ ഇൻട്രൊഡക്ഷൻ ടു ഹെവി മെഷീൻ, ക്യാൻ യു മെൻഷൻ എ ഫ്യൂ? അത് ഗൾഫില് ജോലി ചെയ്തിട്ടുള്ള പലരും ഒരുപക്ഷെ ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം കോൺട്രാക്ടേഴ്സ് ഒക്കെ ആയിട്ടുണ്ടാവും. അവിടൊക്കെ ഉപയോഗിക്കുന്ന ഹെവി മെഷീൻസ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരിക്കൽ ശ്രദ്ധിക്കണ്ടായി, ദുബായിൽ 2 ദിവസം താമസിച്ച ദിവസം, ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന സമയത്ത് നോക്കുന്ന ഒരു കെട്ടിടം പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് 2 നിലയും കൂടി പൊങ്ങിയിരിക്കുന്നു. ഇത്ര മാത്രമാണ് അവരുടെ പേസ് ഓഫ് കൺസ്ട്രക്ഷൻ. മണിക്കൂർ കണക്കിന് കെട്ടിടം പൊക്കാനുള്ള മെഷീനറി അവരുടെ കയ്യിലുണ്ട്. അതിനുള്ള ലിഫ്റ്റിംഗ് സംവിധാനങ്ങള്, അതിനുള്ള ട്രാക്ടിങ് സംവിധാനങ്ങള്, അതിനുള്ള മിക്സിംഗ് സംവിധാനങ്ങള്, അതിനുള്ള ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങൾ, ഇതെല്ലാം അവരുടെ കയ്യിലുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, കാരണം ഈ മെഷീൻസ് ഒക്കെ ഇവിടെ ഉണ്ടാകും. എന്ന് മാത്രമല്ല, ഇതിൽ നല്ലൊരു പങ്ക് മെഷീൻസ് ഇന്ത്യയിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന കൂടിയുണ്ട്. അപ്പൊ ഈ മെഷീൻസ് ഒക്കെ ഇവിടെ വരും. ഇപ്പൊ ഈ മെഷീൻസ് പലതും വരാത്തതിനൊരു കാരണം
ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾ വേണം, ഓപ്പറേഷൻ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. മാത്രമല്ല ഈ മെഷീൻസിനൊക്കെ പലതിനും ദിവസക്കണക്കിനാണ് വാടക. എന്നാൽ ഇത് മണിക്കൂർ കണക്കിന് വാടകയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ നല്ലൊരു പങ്ക് ഇതൊക്കെ എടുക്കാൻ തയ്യാറായി വരും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. മാത്രമല്ല ഒരു പഞ്ചായത്ത് ഏരിയയിൽ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അവിടെ എവിടെ എത്തിച്ചേരാനും അതിന് 1 മണിക്കൂറിനകത്ത് മതിയാവും. ഇപ്പോഴത്തെ പോലെ മണിക്കൂറുകളെടുത്ത് ദൂരെ നിന്ന് വരേണ്ട ആവശ്യം വരില്ല. അടുത്തത്, താങ്ക് യു ഫോർ ദ പ്രസന്റേഷൻ. വാട്ട് അബൌട്ട് ദി മെറ്റീരിയൽസ് ഓൾറെഡി ഇൻ സ്റ്റോക്ക്, പെർട്ടിക്കുലർലി സിമെന്റ്? ഇപ്പോഴുള്ള സിമെന്റ് എന്തായാലും വിറ്റഴിയും, പക്ഷെ മുമ്പ് ഉണ്ടായിരുന്ന പോലെ പെട്ടെന്ന് വിറ്റഴിയില്ല. അതുകൊണ്ട് സ്റ്റോക്ക് ചെയ്ത സിമെന്റില് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചും തിരിച്ചും ഇട്ടുകൊള്ളുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ മുമ്പ് വിറ്റിരുന്ന പോലെ അത് വിറ്റഴിയില്ല. സിമെന്റിന് ഒരു പ്രത്യേകത, സിമെന്റ് ഹൈഗ്രോസ്കോപ്പിക് ആണ്. പേപ്പർ പാക്കറ്റിലുള്ള സിമെന്റ് കുറച്ചു നാൾ കൂടി നിലനിൽക്കും. മറ്റുള്ള പാക്ക് ആണെങ്കിൽ, പേപ്പർ പാക്കറ്റ് അല്ലാതെ ജൂട്ട് പാക്കോ പ്ലാസ്റ്റിക് പാക്കോ ആണെങ്കിൽ അത് ഹൈഗ്രോസ്കോപ്പിക് ആവും. അതിനകത്തേക്ക് ജലാംശം അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്ത് അത് കട്ടിയാവും, സിമെന്റേഷൻ പ്രോസസ്സ് നടക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ടുകൊണ്ടിരിക്കുക. കുറച്ച് നഷ്ടം അതിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സിമെന്റ് വ്യാപാരികൾ ഇപ്പൊ സിമെന്റിന്റെ വില കൂട്ടുന്നത്. കാരണം അവർക്ക് നഷ്ടമൊന്നും പോകാതിരിക്കാൻ വേണ്ടി, പിടിച്ചു നിൽക്കാൻ വേണ്ടി. അടുത്തത്, ഷാൽ വി നോട്ട് ഡിമാൻഡ് ഫോർ റെഡ്യൂസിംഗ് ദ ടാക്സസ് ലൈക്ക് GST എക്സ്ട്രാ? ഗവൺമെന്റ് ഷുഡ് കൺസിഡർ റിലീഫ് മെഷേഴ്സ് ടു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. GST ഇപ്പൊ കൂട്ടുകയാണ് ചെയ്തത് കുറയ്ക്കുന്നതിന് പകരം. GST ഇപ്പോ സർക്കാരിന് കിട്ടുന്ന ഇൻകം ടാക്സ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അതും GST ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഡിമാൻഡ് ആണെങ്കിലും സർക്കാർ ഇത് കേൾക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് സർക്കാരിലേക്ക് ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുക. അടുത്തത്, ഹു ഈസ് ദ അതോറിറ്റി ടു ഇൻട്രൊഡ്യൂസ് പെർ അവർ പേയ്മെന്റ് ഇൻ കേരള? പെർ അവർ പേയ്മെന്റ് ലേബർ ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. കേരള സംസ്ഥാന തൊഴിൽ വകുപ്പ്. ലേബർ ഡിപ്പാർട്ട്മെന്റിന് ഒരു മന്ത്രിയുണ്ട്, അതിന് ലേബർ സെക്രട്ടറി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സംഘടനകളെല്ലാം കൂടി അവരോട് അത് ആവശ്യപ്പെടുക, ലേബർ ഡിപ്പാർട്ട്മെന്റിനോട് കൂടി. പുതിയൊരു നിയമം വന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. വാട്ട് വിൽ ബി ദ സ്റ്റാറ്റസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്? ഇന്ന് ഞാൻ രാവിലെ ഡോക്ടർ മുരളി തുമ്മാരക്കുടിയുടെ ഒരു സ്പീച്ച്, അതിന്റെ സംഘാടകരെ ക്ഷണിച്ചതനുസരിച്ച് ഞാനത് കേൾക്കുണ്ടായി. അദ്ദേഹം പറയുന്നത് ലോകത്തെ തൊഴിലവസരങ്ങളിൽ 50% ഒരു വർഷത്തിനകം ഇല്ലാതാവുന്നതാണ്. പക്ഷെ പുതിയ തൊഴിൽ സൃഷ്ടിക്കപ്പെടും. ഇതാണ് അൺഎംപ്ലോയ്മെന്റിന് വരാൻ പോകുന്ന ഒരു സ്റ്റാറ്റസ്. പക്ഷേ ഈ ഓർഗനൈസ്ഡ് ലേബർ ഇല്ലാതായാലും, ഇപ്പൊ കേരളത്തില് 50 വർഷം മുമ്പ് എന്തായിരുന്നു തൊഴിൽ? ഇവിടുത്തെ നാട്ടിലുള്ള ചെറുപ്പക്കാരുള്ള നാട്ടിലുള്ള ചെറിയ കൂലിവേലകൾ ചെയ്താണ് കഴിഞ്ഞത്. അന്ന് 3 നേരത്തെ ഭക്ഷണം ഇവിടെ ഉണ്ടായിരുന്നില്ല. മിക്ക കുടുംബങ്ങളിലും ഏതാനും ഒരു 100 വീട് എടുത്തു കഴിഞ്ഞാൽ 1-2 വീട്ടിലെ 3 നേരത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള വീടുകളൊക്കെ അവരെ ഡിപ്പെൻഡന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും ജീവിച്ച ഒരു ഘട്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് ഒരു ചെറിയ കാലം കൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ നമുക്ക് കഴിയും. അത് ഒരു വർഷത്തേക്ക് എന്തായാലും നമ്മൾ കുറച്ചൊക്കെ സഫർ ചെയ്യും. പക്ഷെ ഇപ്പോഴുള്ള നീക്കിയിരിപ്പ് ആ സമയത്ത് നമ്മളെ സഹായിക്കും. കാരണം ഇപ്പോൾ പുറത്തുനിന്ന് വന്നവരായാലും ഇവിടെ ഉള്ളവരായാലും ഒക്കെ കുറച്ച് നാൾ പിടിച്ചു നിൽക്കാനുള്ള അത്യാവശ്യം പണമൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. കയ്യിൽ റെഡി ക്യാഷ് ഇല്ലെങ്കിലും അത്യാവശ്യം ചെറിയ ഡെപ്പോസിറ്റുകളൊക്കെ പലർക്കും ഉണ്ട്. പക്ഷെ ഉടൻ ഭൂമി വിൽക്കാനൊന്നും പോകരുത്. ഉടൻ എന്ത് വിൽക്കാൻ പോയാലും അതിന് വില വളരെ കുറവായിരിക്കും, പകുതി വിലയ്ക്ക് വെക്കേണ്ടി വരും. അതുകൊണ്ട് വിൽക്കാനൊന്നും ഇറങ്ങരുത്. വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ആഫ്രിക്ക? സത്യമായിട്ട് പറയാൻ ഞാൻ ആഫ്രിക്കയിൽ ഇതുവരെ പോയിട്ടില്ല. എന്റെ ഒരു സഹപ്രവർത്തകൻ ആഫ്രിക്കയിൽ പോയിട്ട് തിരിച്ചു വരികയുണ്ടായി. ആഫ്രിക്കയിൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ സ്കോപ്പ് ചില രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. കാരണം മറ്റുള്ളിടത്ത് ദൈനംദിന ജീവിതത്തിനുള്ള പണം കണ്ടെത്താൻ കൂടി അവർക്ക് പൈസ ഇല്ല എന്നുള്ളത്. ഇപ്പൊ ചൈന ഒരു പുതിയ ടെക്നിക്ക് അവിടെ പ്രയോഗിക്കുകയുണ്ടായി. അതായത് ഏത് പ്രോജക്റ്റിനും ഞങ്ങൾ പണം തന്നോളാം, പക്ഷെ ആ പ്രദേശവും അതിന്റെ വരുമാനവും എല്ലാം ഞങ്ങളുടെ കയ്യിലാവും എന്ന് പറഞ്ഞൊരു പുതിയ തന്ത്രം ചൈന ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഓഫർ ചെയ്യുണ്ടായി. അങ്ങനെ ആയിരക്കണക്കിന് കോടി വില മതിക്കുന്ന ഒരു പോർട്ട് ടാൻസാനിയക്ക് ഓഫർ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ടാൻസാനിയക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ഓഫർ അംഗീകരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ടാൻസാനിയയുടെ ഭരണ നിയന്ത്രണം കൂടി ചൈന കൊണ്ടുപോകുന്ന കണ്ടിട്ട് ടാൻസാനിയ ആ ഓഫർ നിരസിച്ചു. അതിന് അനുകൂലിച്ചുകൊണ്ട്, ആ ഓഫർ നിരസിച്ചതിനെ അനുകൂലിച്ചുകൊണ്ട് ടാൻസാനിയൻ പ്രസിഡന്റിന് വേണ്ടി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ അധികം പേര് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. അതുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചൈനയുടെ ഈ ഡെറ്റ് ട്രാപ്പ്, ഈ കടക്കണിയിൽ വീണാലും ഒരുപക്ഷെ കൺസ്ട്രക്ഷൻ കൂടിയെന്ന് വരും. പക്ഷെ അങ്ങനെ കൂടിയാലും ഇന്ത്യക്കാൾ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ചൈന. അതുകൊണ്ട് ചിലപ്പോൾ അവരുടെ തന്നെ എഞ്ചിനീയേഴ്സ് ആയിരിക്കും അതെടുക്കുന്നത്. അതുകൊണ്ട് ആഫ്രിക്കയിലെ സ്കോപ്പ് അത്ര അധികമായിട്ട് ഞാൻ കാണുന്നില്ല. മറിച്ച് സൗത്ത് അമേരിക്കൻ നേഷൻസിൽ സ്കോപ്പ് കൂടാം. പല യൂറോപ്യൻ കൺട്രീസിലും ഇനി സ്കോപ്പ് വരാം. ഇപ്പൊ അത്ര പ്രസക്തമില്ലാത്ത യൂറോപ്യൻ കൺട്രീസിലൊക്കെ സ്കോപ്പ് വരാം. ഇനി എണ്ണ ഡിപ്പെൻഡ് ചെയ്തുള്ള രാജ്യങ്ങളിലൊക്കെ സ്കോപ്പ് കുറയും. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള രാജ്യങ്ങളെ മിക്കവാറും ഒരു 3-4 മാസത്തിനകത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതൊക്കെ രാജ്യങ്ങളിലാണ് സ്കോപ്പ് കൂടുതൽ, ഏതൊക്കെ രാജ്യങ്ങളിലാണ് സ്കോപ്പ് കുറവ്. ഒരു 2-3 മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ടോക്ക് ഞാൻ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ പോകാൻ പറ്റിയ രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ തരാം. ഞാനും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, സർ, ഈസ് ദർ മെനി പ്രീഫാബ്രിക്കേറ്റഡ് ഫാക്ടറീസ് ഇൻ കേരള? ഡു ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻക്രീസ് ആസ് ദിസ് പ്രീഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചർ ഷുഡ് ബി transported from one place to another?
അടുത്ത കാലത്ത് പാലക്കാട് ജില്ലയിലെ മുതലമടയില് വലിയ സ്കെയിലിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് കമ്പനിയുടെ ഓണറിനെ ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം പല വിധത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഞാൻ പോയി സന്ദർശിച്ചിട്ടില്ല. പ്രീ ഫാബ്രിക്കേഷൻ കമ്പനീസ് കേരളത്തിൽ ഇപ്പൊ നാമമാത്രമായിട്ടേ ഉള്ളൂ. പക്ഷെ അവർക്കെല്ലാം പല രീതിയിലുള്ള പ്രോഡക്ട്സ് ഇപ്പോഴുണ്ട്. അത്ര ലാഭകരമല്ല അതിൽ പലതും. പക്ഷെ ഇനി അത് മാറും. അതുകൊണ്ട് ഇനി പ്രീ ഫാബ്രിക്കേറ്റഡ് കമ്പനീസ് ധാരാളം വരും. അതുപോലെ ഗവൺമെന്റ് സെക്ടറിൽ നിർമ്മിതി കേന്ദ്ര, കലവറ ഇതൊക്കെ വളരെ കാലമായിട്ട്, നിർമ്മിതി കേന്ദ്രയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു കലവറ, പ്രീ ഫാബ്രിക്കേറ്റഡ് മെറ്റീരിയൽസ് ഒക്കെ വിറ്റിരുന്നു. അതിനിയും തുടരും. മാത്രമല്ല ഈ ഒരു സന്ദർഭത്തില് നിർമ്മിതിയുടെ കൂടി കൂടുതൽ എനർജി പ്രീ ഫാബ്രിക്കേഷനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ സ്റ്റാഫിനെ റിട്ടൈൻ ചെയ്യണ്ടേ. അതുകൊണ്ട് പ്രീ ഫാബ്രിക്കേഷൻ സർക്കാർ മുൻകൈയെടുത്ത് തന്നെ ധാരാളം വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ചോദ്യം, nowadays there are a number of small builders in residential construction area. Is this situation a threat for them? Yes, അവർക്കൊരു ത്രെട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവരിൽ നല്ലൊരു പങ്ക് കൺസ്ട്രക്ഷനിൽ നിന്ന് മാറ്റി സർവീസ് ആൻഡ് മെയിൻ്റനൻസിലേക്ക് പെട്ടെന്ന് മാറണം. പ്രത്യേകിച്ച് ഒരു കൊല്ലത്തേക്ക് പിടിച്ചു നിൽക്കാൻ വരുമാനം ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ സർവീസ് ആൻഡ് മെയിൻ്റനൻസിലേക്ക് മാറി നിങ്ങളുടെ നാട്ടുകാരെയൊക്കെ അറിയിക്കണം. കാരണം ഇപ്പൊ പല വീടുകളിലും ചെറിയ കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് ചെയ്യാൻ, ചെറിയ സാനിറ്ററി മെയിൻ്റനൻസ് അല്ലെങ്കിൽ പ്ലംബിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ചെയ്യാൻ ആളെ കിട്ടാത്ത വിഷമവും, കിട്ടിയാൽ തന്നെ കൊള്ള ചാർജ് വാങ്ങി പോകുന്ന സിസ്റ്റം ഒക്കെ ആണല്ലോ. നിങ്ങളൊരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ നിങ്ങളെ ആളുകൾ വിളിക്കും, അത് അവരെ അറിയിച്ചാൽ മതി. അതുകൊണ്ട് നല്ലൊരു പങ്ക് കോൺട്രാക്ടേഴ്സ് ആ മേഖലയിലേക്ക് ഇപ്പം മാറും. ഇനി അടുത്തത്, നോർമലി our people and contractors are reluctant to use innovative materials. It's very hard to convince people regarding the strength, durability of low-cost materials. Will this trend change? Will various construction industries invest engineering projects in inventing new low-cost materials? ഇത് വന്നുകൊള്ളു ഈ മാറ്റം. ഇപ്പൊ ഒരു 100 കൊല്ലത്തിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഓടിട്ട കെട്ടിടങ്ങൾ കൂടി അപൂർവമായിരുന്നു. പിന്നെ ഓടിട്ട കെട്ടിടങ്ങൾ വന്നു. 50കളിലും 60കളിലും ഒക്കെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നപ്പോൾ പലരും അതിനെ വ്യാപകമായിട്ട് എതിർത്തു. സിമെന്റ് കോൺക്രീറ്റ് വന്ന സമയത്ത് അതിനേക്കാൾ ബെറ്റർ ചുണ്ണാമ്പാണ്, ലൈം കോൺക്രീറ്റ് ആണ് എന്ന് പറഞ്ഞ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മേസന്മാർ അതിനെ എതിർക്കേണ്ടായി. അവർക്കറിയില്ലായിരുന്നു സിമെന്റ് കോൺക്രീറ്റ് ലൈം കോൺക്രീറ്റിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ഇനി ഇതിന്റെ അവയർനെസ്സും ആവശ്യമാണ്. ഉദാഹരണത്തിന് പ്രീ ഫാബ്രിക്കേറ്റഡ് മൊഡ്യൂലാർ കണക്ഷൻ, അത് ഫെറോ സിമെന്റ് കൊണ്ട് ചെയ്യുന്ന ഒരു കമ്പനി ചങ്ങനാശ്ശേരിയിലുണ്ട്. അതിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞത് ആദ്യ സമയത്ത് അവർക്ക് വലിയ എതിർപ്പുകൾ വന്നു എന്നാണ്. പക്ഷെ ഇപ്പൊ അവർക്ക് എടുക്കാനാകാത്ത അത്ര വർക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആളുകൾ ഇത് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ഇതിൽ മാറ്റം വന്നോളും. ഈ പുതിയ മെറ്റീരിയൽസ് എല്ലാം തന്നെ വ്യാപകമാവും. നമ്മുടെ ആഹാര രീതിയിൽ വന്ന മാറ്റങ്ങൾ നോക്കൂ. ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് ചേമ്പും കാച്ചിലും കപ്പയൊക്കെയാണ് നമ്മൾ കഴിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്ക് പോയില്ലേ. അപ്പൊ മാറ്റങ്ങൾ അനിവാര്യമാണ്, അത് വന്നോളും. അടുത്ത ചോദ്യം, സർ, ഐ എം എ ഫൈനൽ ഇയർ ബിടെക് സിവിൽ സ്റ്റുഡന്റ്. What's your advice to the upcoming engineers to look forward for jobs in any sectors after the COVID impact? ഞാൻ ഇതിനിടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു, ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ ജോലി അന്വേഷിച്ച് എവിടെയും പോകണ്ട. വളരെ അപൂർവം പേർക്ക്, അതും സോഫ്റ്റ്വെയർ രംഗത്തും ഇലക്ട്രോണിക്സ് രംഗത്തും ഒക്കെ സ്ഥിര ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷെ സിവിലുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു 5 മാസമോ 6 മാസമോ നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺട്രാക്ടറുടെ കൂടെയോ ഒരു ഡെവലപ്പറുടെ കൂടെയോ പോയി ഫ്രീ ആയിട്ട് അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം, ഒരു സിവിൽ എഞ്ചിനീയർക്ക് നല്ലൊരു അനുഭവം കിട്ടാൻ 1 വർഷത്തെ ട്രെയിനിങ് മതി. 1 വർഷത്തെ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ചോദിക്കുന്ന ശമ്പളം തന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ആളുകളുണ്ടാവും. അതാണ് ഇന്നത്തെ സ്ഥിതി. പക്ഷെ ഫ്രഷേഴ്സിനെ എടുക്കാൻ ഇപ്പോഴും പലരും തയ്യാറല്ല. കാരണം ഈ ഫ്രഷേഴ്സിന് വേണ്ടി ചെലവഴിക്കുന്ന കാശ്, ആ പണം കമ്പനിക്ക് നഷ്ടമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നല്ലൊരു പങ്ക് കോൺട്രാക്ടേഴ്സും നല്ലൊരു പങ്ക് ബിൽഡേഴ്സും. അതുകൊണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ സർവീസ് കൊടുക്കും. നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഭേദപ്പെട്ട കോൺട്രാക്ടർക്കോ ബിൽഡർക്കോ കൊടുക്കണം. കാരണം നിങ്ങൾക്ക് ആ 6 മാസം കൊണ്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടാകാൻ കഴിയണം. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ജോലി അന്വേഷിക്കേണ്ടി വരില്ല. ഇതാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനോട്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ്. കാരണം പണ്ടൊക്കെ ഇത് കഴിഞ്ഞാൽ ഉടനെ പ്ലാൻ വരച്ചു കൊടുക്കലായിരുന്നു. ഇപ്പൊ പ്ലാൻ വരക്കലൊക്കെ അപ്രസക്തമായി. ഓൺലൈൻ പ്ലാൻ സബ്മിറ്റ് ചെയ്യലാണ് പലയിടത്തും. അതിന് ഓട്ടോകാർഡ് പഠിച്ച ആർക്കും അത് ചെയ്യാൻ കഴിയും. അതിനൊരു ITS സർട്ടിഫിക്കറ്റേ വേണ്ടു. ഒരു ബിടെക്കും ഡിപ്ലോമയും ഒക്കെ എടുത്ത് നിങ്ങൾ വെറും പ്ലാൻ വരച്ചു കൊടുക്കുന്ന ആളുകളായി അധപതിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ആ രീതിയിലേക്ക് പോവാ. നിങ്ങൾ ഏതെങ്കിലും ഒരാളിന് ഫ്രീ സർവീസ് കൊടുത്താലും വിരോധമില്ല. പക്ഷെ നിങ്ങൾ ഫ്രീ സർവീസ് കൊടുക്കുന്ന കാണുമ്പോൾ 1-2 മാസം കഴിയുമ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ചെലവിനുള്ള പണമെങ്കിലും അവർ നിങ്ങൾക്ക് തന്നു വരും. ഇതുവഴി എഴുതി ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാരെയും അൺമ്യൂട്ട് ചെയ്യും. ആർക്കെങ്കിലും നേരിട്ട് എന്തെങ്കിലും ചോദിക്കാണ്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് കൊടുക്കാം. 5-10 മിനിറ്റ് കൂടി എല്ലാരെയും അൺമ്യൂട്ട് ചെയ്യും. എല്ലാവരുടെ മുഖം ഞാനൊന്ന് കാണട്ടെ. എല്ലാരും വീഡിയോ ഓഫ് ആണ്. എല്ലാവരുടെയും വീഡിയോ ഓഫ് ആണല്ലേ? അല്ല, ഇതിപ്പോ അവര് വീഡിയോ ഓഫ് ചെയ്തു.
നേരെ വീഡിയോ കുഴപ്പമില്ല, ഓഫ് ആയിരുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ പറയുകയും ചെയ്യാമല്ലോ. എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി മാത്രം ആരൊക്കെയാണെന്ന് അറിയാൻ. നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കാനുണ്ടെ പെട്ടെന്ന് ചോദിച്ചോളൂ. നമ്മളൊരു 5-10 മിനിറ്റിൽ വൈൻഡ് അപ്പ് ചെയ്യും. Yeah. 25% costly are the steel concrete construction guys. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൺസ്ട്രക്ഷനും കോസ്റ്റ് കൂടിയതുകൊണ്ട് the concrete construction. So there is every chance that can move to steel buildings, these concrete buildings. There is every chance that we move towards the buildings. ഓഡിയോ ക്ലിയർ അല്ല. ആ ക്വസ്റ്റ്യൻ ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചോളൂ, ഞാനെന്നാ കൃത്യമായിട്ട് പറയാം. ഹലോ 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 സർ. ഇയാള് പറഞ്ഞല്ലോ ഹലോ പറയൂ. ബാധിക്കുന്നത് ഇങ്ങനെയാണ്. സർ ഇവിടെ ഇവിടെ ഹലോ Sir, actually, Mahadevan sir, there is so many noises everywhere. Somebody is trying to speak, but we are not able to hear them. Mute everybody. Ask those who want to talk, they can raise their hand. Yes. Mute everyone. I'm going to mute all of them. Yes. Those who want to talk, sir, that will be better. Somebody who wants to talk, maybe they can just, there is a hand symbol, a palm symbol. Adu click ചെയ്തു കഴിഞ്ഞാൽ you can raise the hand and I can unmute that person. അപ്പോൾ നമുക്കൊരു chaos ഇല്ലാതെ ഡിസ്കസ് ചെയ്യാം. Because sir, I'm unmuting you. Yeah, കുറച്ച് questions ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. Some questions have already come in the chat box. Okay, ഇപ്പോൾ അബൂബക്കർ sir ഒരു question ചോദിക്കാൻ, I have unmuted him, sir. Okay, okay. That's not my question. But I'm right. എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കോൺക്രീറ്റ് കൺസ്ട്രക്ഷന് ഇപ്പൊ കോസ്റ്റ് ഒരുപാട് കൂടി, സിമെന്റിന്റെ വില കൂടി, മെറ്റീരിയൽസിന്റെ വില കൂടി, എല്ലാം കൂടി. അപ്പൊ ഈ നമ്മൾ സ്റ്റീൽ കൺസ്ട്രക്ഷൻ ഇവിടെ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവിടെ അതിനൊരു 25-30% കോസ്റ്റ് കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഇതിനെല്ലാം മറ്റേ കോൺക്രീറ്റിന് കോസ്റ്റ് കൂടിയത് കൊണ്ട് കൺസ്ട്രക്ഷൻ അധികവും കോൺക്രീറ്റ് സ്റ്റീലിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൂടാതെ സ്റ്റീൽ കൺസ്ട്രക്ഷൻ ഇസ് വെരി സിമ്പിൾ. ഇപ്പൊ ഒരു 4 നില ഷോപ്പിംഗ് മാൾ വളരെ 5-6 മാസം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. മറ്റ് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പൊ അതിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് ഈ പറഞ്ഞ സ്റ്റീൽ കൺസ്ട്രക്ഷൻ ഇപ്പോൾ ജപ്പാനിൽ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു പാറ്റേൺ ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. അതുപോലെ ഗൾഫ് കൺട്രീസിൽ ഇപ്പൊ കോമ്പോസിറ്റ് കൺസ്ട്രക്ഷൻ വളരെ കൂടുതലാണ്. ഇപ്പൊ ഫ്രെയിം വർക്ക് സ്റ്റീൽ ചെയ്തിട്ട് ബാക്കിയുള്ളത് മറ്റ് മെറ്റീരിയൽസ് ചെയ്യുക. അത് കേരളത്തിലേക്കും പെട്ടെന്ന് വരും. പക്ഷെ അത് ഒരുപാട് ടോൾ ബിൽഡിംഗ്സിലാണെങ്കിൽ അത് വളരെ അഡ്വാൻറ്റേജസ് ആണ്. ചെറിയ ചെറിയ റെസിഡൻഷ്യൽ ബിൽഡിംഗ്സിനൊന്നും അത് അത്ര അഡ്വാൻറ്റേജസ് കാണുന്നില്ല. കാരണം ടെമ്പറേച്ചർ കൺട്രോൾ, അതുപോലെ ക്ലൈമാറ്റിക് കൺട്രോൾ, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നതുകൊണ്ടാണ് ആളുകൾ സ്റ്റീലിലേക്ക് പോകാത്തത്. എനിവേ ദാറ്റ് ഓൾസോ മേ ബിക്കം കോമൺ. ഇനിയും വരാം. നല്ല ഒബ്സർവേഷൻ ആണ്. ഞാൻ ഇവിടെ വന്ന കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഒന്ന്, വാട്ട് വിൽ ബി ദി ഓപ്പർച്യൂണിറ്റീസ് ഇൻ BIM ആൻഡ് ഡീപ് ലേണിംഗ് ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആസ് എ കൺസൾട്ടന്റ്? BIM ഒരു സോഫ്റ്റ്വെയർ ആണ്. ബിൽഡിംഗ് മോഡലിന്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് BIM. അത് വളരെ വ്യാപകമായിട്ട് വലിയ കൺസ്ട്രക്ഷൻസിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയിലും ഒരുപാട് BIM ട്രെയിനിങ് സെന്റേഴ്സ് കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇത് ഇവിടെ വന്ന് BIM പഠിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. ഇതുവരെ അത് വളരെ പ്രിറ്റി ഹൈലി ഇൻ യൂസ് ആയിരുന്നു. ഇപ്പൊ ഗൾഫിലൊക്കെ BIM പഠിച്ചവർക്ക് പ്രത്യേക അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട്. അത് പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ കേരളത്തിലെ കൺസ്ട്രക്ഷൻ ഇപ്പോഴും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യേണ്ട രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ഇവിടെ കാര്യമായിട്ട് വന്നിട്ടില്ല.
ബട്ട് ഇറ്റ് വിൽ കം. ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ ഇൻഡസ്ട്രീസ് ഒക്കെ ഇവിടേക്ക് വരികയാണെങ്കിൽ ബിം മോഡലിംഗ് ഒക്കെ ആവശ്യമായി വരാം. അതുകൊണ്ട് അത് പഠിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഇപ്പൊ ബിം ഓൺലൈനായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു പരസ്യം ഞാൻ അടുത്ത് കാണുകയുണ്ടായി. യു ക്യാൻ ഈവൻ ലേൺ ബിം ഓൺലൈൻ. പിന്നെ അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് സെൽഫ് ലേണിംഗും പറ്റും. ബിം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് വെച്ച് സെൽഫ് ലേണിംഗും പറ്റും. മുമ്പ് നമ്മൾ MS പ്രോജക്റ്റും പ്രൈമാവറ ഒക്കെ പഠിച്ച സെൽഫ് ലേണിംഗ് വഴിയാണ്. ഇതുപോലുള്ള ഒരു സോഫ്റ്റ്വെയർസ് ആണ് MS പ്രോജക്റ്റും പ്രൈമാവറ ഒക്കെ. ഞങ്ങളൊക്കെ അത് പഠിച്ചത് സെൽഫ് ലേണിംഗ് ആയിരുന്നു. അത് അങ്ങനെയും വേണേൽ പഠിക്കാം. പക്ഷെ സെൽഫ് ലേണിംഗ് കൂടുതൽ സമയം എടുക്കും. ചെറിയ കാലത്തിനകത്ത് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അല്ലാതെ പഠിക്കാൻ അത് ഓൺലൈൻ തന്നെ പഠിക്കാവുന്നതാണ്. നല്ലത് തന്നെയാണ്. അടുത്ത ഈ സ്റ്റീൽ ബിൽഡിംഗ് ഗുഡ് എനഫ് ഫോർ ക്ലൈമാറ്റിക് കണ്ടീഷൻ. അത് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ സ്റ്റീൽ ബിൽഡിംഗ് ക്ലൈമാറ്റിക് കണ്ടീഷൻ അതിൻ്റെതായ വിഷമുണ്ട്. സ്റ്റീൽ റൂഫ് നമുക്ക് അഡ്വൈസബിൾ അല്ല, സ്റ്റീൽ വാൾ നമുക്ക് അഡ്വൈസബിൾ അല്ല, പക്ഷെ സ്റ്റീൽ ഫ്രെയിം അഡ്വൈസബിൾ ആണ്. ഇപ്പൊ ഗൾഫിലൊക്കെ ഒരുപാട് സ്റ്റീൽ ഫ്രെയിംഡ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് പോകാൻ കഴിയും. വലിയ കെട്ടിടങ്ങൾക്ക്, അതുപോലെ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചേഴ്സിന് ഏറ്റവും അഡ്വൈസബിൾ സ്റ്റീലാണ്. കാരണം സ്റ്റീലിന്റെ റിജിഡിറ്റിയും സ്റ്റീലിന്റെ സസ്റ്റൈനബിലിറ്റി ഒക്കെ വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 1000 ഡിഗ്രിക്ക് മുകളിലേക്ക് ടെമ്പറേച്ചർ പോകുന്നില്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് സ്റ്റീൽ ഉപയോഗിക്കാൻ പറ്റും. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവഴി വന്നിട്ടില്ല. താല്പര്യമുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ നിങ്ങളുടെ മാത്രം ചാറ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് യു ക്യാൻ ആസ്ക് മീ. എല്ലാവരുടെയും കൂടെ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത ബഹളമായിരിക്കും ഇവിടെ. ഹലോ പറയൂ. ഹലോ സാർ. പറയൂ സാർ, എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. സാറേ, ഞാൻ നേരത്തെ പറഞ്ഞ് ഞാനാണ് ആ ക്വസ്റ്റ്യൻ ഇട്ടിരുന്ന ടാക്സിന്റെ കാര്യത്തില്. സാറേ, എല്ലാ ഫീൽഡിലും ഗവൺമെന്റ് ഒരുപാട് സോപ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ധാരാളം ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. നമുക്കറിയാം, എല്ലാ ജില്ലയിലും സദാ നിരന്തരമായിട്ട് നമ്മുടെ ടാക്സ് ഓരോ ഫീൽഡിലും കൊടുക്കണോ അന്നന്ന് തന്നെ അത് ഗവൺമെന്റിന്റെ കയ്യിൽ എത്തുന്നുണ്ട്. അത് നമ്മള് മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ GST ഇൻപുട്ട് ആയിട്ടായാലും, പിന്നെ ബിൽസ് കിട്ടുമ്പോൾ GST ഇൻപുട്ട് ആയിട്ടായാലും, പിന്നെ നമ്മുടെ ലേബറേഴ്സിന് വീക്ക്ലി പേയ്മെന്റ് കൊടുക്കുമ്പോൾ അവർ മാർക്കറ്റിൽ കൊണ്ടുവരുന്നതും, അങ്ങനെ എല്ലാ രീതിയിലും. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രി നിൽക്കുന്നവർക്ക് പാക്കേജ് റിലീഫ് എന്തെങ്കിലും ചെയ്ത് പ്രസ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമാണെന്നാണ് ഞങ്ങളുടെ കമ്പനിക്ക് തോന്നുന്നത്. ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു അത് ഏത് രീതിയിലാണ്? ഓക്കെ സാർ, താങ്ക് യു. അതാണ് ചോദിക്കേണ്ടിയിരുന്നത്. കാരണം ഈ റീസണും ഇല്ലാതെ എന്തായാലും നിങ്ങളുടെ സംഘടനകൾ വഴി നിങ്ങളത് സർക്കാരിലേക്ക് നിവേദനങ്ങൾ കൊടുക്കുക. പിന്നെ ഇത് നമ്മുടെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റില് ഒരു ഹൗസിംഗ് ഡിവിഷൻ ഉണ്ട്. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഹൗസിംഗ് സബ് ഡിവിഷൻ ഉണ്ട്. അതിലേക്കും ഞാൻ ഈ അഭിപ്രായം പറയാം. പക്ഷെ അത് നിങ്ങളുടെ സംഘടിതമായ ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ശ്രമിക്കാതെ, നിങ്ങൾക്കും പല പല ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ. രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാവും, അതുപോലെ മോണിറ്ററി റിലേഷൻസ് ഉണ്ടാവും. നിങ്ങളൊക്കെ പലരെയും സ്പോൺസർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരെയൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലനിൽപ്പ് അവരുടെയും കൂടെ നിലനിൽപ്പിന്റെ ഭാഗമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ മെച്ചപ്പെട്ട എന്തെങ്കിലും സംവിധാനങ്ങൾ ഇതിൽ വരാം. ഓക്കെ സർ, താങ്ക് യു. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ? സോ താങ്ക് യു ഓൾ വെരി മച്ച്. ബിന്ദു ഒരു ഫോർമൽ വേർഡ് ഓഫ് താങ്ക്സ് പറഞ്ഞ് അതങ്ങ് നിർത്താം എന്നാൽ. Okay, since we don't have any more questions here, we will wind up the session and thank you all for your time. And മഹാദേവൻ സർ വളരെ ആപ്റ്റ് ആയിട്ട് വളരെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സോട് കൂടി നമുക്ക് എങ്ങനെയാണ് ഈ പ്രശ്നത്തിനെ നോക്കിക്കാണാനും അതിനെ തരണം ചെയ്യാൻ വാട്ട് ആർ ദ മെഷേഴ്സ് വി ക്യാൻ ടേക്ക് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം സർ. And we have a good number of participation today. Thank you all for your time. Hope you have learned something from this. And if you have any more, we have so many other webinars coming up. This week itself, we have 3 more sessions regarding the how to secure good marks in your exams. അപ്പോൾ അതിന്റെ പോസ്റ്റർ ഒക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. Whoever wants to participate, you can send me your desire. I will send you the link. And thank you very much for your time. And I hope to see you in future webinars like this. Thank you very much for your time, sir. Individually, I thank you. Thank you all. Bye. Okay. Bye.